പൂജക്കാറ്റോടി വരുന്നേ പുന്നെല്ല് കൊയ്യാറായേ കല്യാണ പൂങ്കുരുവി നെല്ലോല കൊണ്ടുവാ പുല്ലോല കൊണ്ടുവാ തൊട്ടാവാടികൾ പൂത്തുവിരിയണ തോട്ടുവരമ്പത്തോ തോറ്റം പാട്ടുകൾ കേട്ടുമയങ്ങണ നാട്ടും പുറത്തോ തൊട്ടാവാടികൾ പൂത്തുവിരിയണ തോട്ടുവരമ്പത്തോ തോറ്റം പാട്ടുകൾ കേട്ടുമയങ്ങണ നാട്ടും പുറത്തോ കക്കേം ചിപ്പിയും കാക്കപ്പൂവും കുപ്പിവളപ്പൊട്ടും കക്കേം ചിപ്പിയും കാക്കപ്പൂവും കുപ്പിവളപ്പൊട്ടും തേടി നടന്നോ നാം നെല്ലോല കൊണ്ടുവാ നെറുമ്പുകൾ മാളിക തീർക്കണ മാവിൻ ചോട്ടിലോ പച്ചോലക്കുട നീത്തി നിൽക്കണ കായലോരത്തോ പൂനെറുമ്പുകൾ മാളിക തീർക്കണ മാവിൻ ചോട്ടിലോ പച്ചോലക്കുട നീത്തി നിൽക്കണ കായലോരത്തോ തുമ്പിമൂളും തുമ്പപ്പൂവും തുള്ളണ കാണാനാ തുമ്പിമൂളും തുമ്പപ്പൂവും തുള്ളണ കാണാനാ ഓടി നടന്നോ നാം നെല്ലോല കൊണ്ടുവാ പുല്ലോല കൊണ്ടുവാ ഒരു വിൽസ്. അയ്യോ, ഒരു പാക്കറ്റ് അല്ല, ഒരെണ്ണം മതി. പാക്കറ്റ് വലിയ വലിയ അതുകൊണ്ട്. എവിടുന്ന? വടക്കുന്ന. പോലീസ് സ്റ്റേഷൻ എവിടെയാ? ദാ വളവ് തിരിഞ്ഞ് അല്പം അങ്ങോട്ട് പോയാ മതി. ഓ, എന്താ കാര്യം? അവിടെ ഇപ്പൊ പാറാവുകാരൻ മാത്രമേ കാണൂ. അതെന്താ? പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുത്തിട്ടില്ല. ഏടപ്പച്ചനാ ഇൻചാർജ്. അങ്ങനെ മേമനക്കിലോട്ട് പോകുന്ന കണ്ടു. മേമനക്കിലോ? സാറ് പുതിയതായതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല. ഇവിടത്തെ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണേലും ഉത്തരവ് കൊടുക്കുന്നത് മേമന പണിക്കരന്മാരാ. മേമന പണിക്കന്മാർ കേട്ടിട്ടുണ്ട്. മേമന തറവാട്ടിൽ നിന്ന് കായലോരത്തൊരു ഷെഡ് കെട്ട ആളെ വിട്ടാ തടയുമെന്നോ? ആരാ ദിനേശാ തടഞ്ഞേ? അച്ഛാ, അത് പഞ്ചായത്ത് വക സ്ഥലത്ത് ഷെഡ് കെട്ടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആ രാഘവൻ നായരുടെ മകൻ ഗോപിയും സാവിത്രിയമ്മയുടെ മകൻ രവിയും കൂടി തടഞ്ഞു എന്നാ അച്ചു പറഞ്ഞത്. രാഘവൻ നായർക്ക് സാവിത്രി അമ്മയ്ക്കും ഈ മാധവ പണിക്കർ ആരാന്ന് ശരിക്കും അറിവുള്ളതാണല്ലോ. മക്കളെന്താ പിന്നെ ഇങ്ങനെ ഒരു വിവരക്കേട് കാണിക്കാൻ? അവന്മാർക്ക് ഒരു എല്ല് കൂടുതലാ. ഞാൻ എടുത്തോളാം. എടുത്താൽ മാത്രം പോരാ, അവരെടുത്ത് മടിയിൽ വെച്ച് കുറച്ച് പാലും കൊടുക്കും. ഞാനത് അറിഞ്ഞില്ല ശിവൻപിള്ളേ. അറിഞ്ഞില്ല പോലും. എടോ അപ്പച്ച, താനിപ്പോ വെറും ഏടപ്പച്ചനല്ലല്ലോ, SIയുടെ ചാർജുള്ള ഇൻചാർജ് അല്ലേ? എന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം. താൻ അതിലിടപെടണ്ട. എന്നിട്ട് തന്നെ ഒന്ന് വിളിച്ചപ്പോ താൻ കുടിച്ച് ബോധമില്ലാതെ സ്റ്റേഷനിൽ കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അച്ഛാ, അത്യാവശ്യത്തിന് ഇയാൾ ഉപകരിക്കില്ല. അങ്ങനെ പറ രമേശൻ കുഞ്ഞെ. ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് 10-100 ആയിട്ട് എത്ര രൂപയാ മാസം തോറും ഇയാൾ കൊണ്ടുപോണേ?
എന്തെങ്കിലും പ്രയോജനം നമുക്കും വേണ്ടേ? താൻ പണിക്കർ സാറിന്റെ കാര്യസ്ഥനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്റെ തൊപ്പി വരെ പണയം വെച്ചാ ഇവിടുത്തെ ഓരോ കേസുകളും ഞാൻ ഒതുക്കി തീർക്കുന്നത്. ഗോപിയൻ രവിയും ഞാൻ ഇന്നലെ പൊക്കേക്കാം സാർ. എടോ, വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തെങ്കിലേ ഫലമുള്ളൂ. എടാ ദിനേശ, നീ തന്നെ ചെന്ന് ഷെഡ് കെട്ടിക്ക്. ആരാ തടയാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അത്രയ്ക്ക് ധൈര്യമുള്ള പിള്ളേര് ഈ കരയിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, അയ്യോ, കള്ളൻ കള്ളൻ, പിടിക്കുവനെ പിടിക്കുവനെ. ആരെ പിടിക്കാനാ മാഷേ? കാലത്തെ എത്ര വാശി. പിന്നെ ഞാന് മയക്കത്തിൽ ഒരു കള്ളനെ പിടിക്കാൻ പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. രമേശ് കുഞ്ഞിനെ കാണാനായിരിക്കും വന്നത്? അല്ല. അപ്പൊ ദിനേശ് കുഞ്ഞിനായിരിക്കും? അല്ല. അപ്പൊ സാക്ഷാൽ വലിയ പണിക്കർ അദ്ദേഹത്തെ കാണാനായിരിക്കും വന്നത്? അതുമല്ല, ആ. ഞാൻ തന്നെ കാണാനാ വന്നു. എന്നെയോ? എന്നെയാണോ താനെന്ന് വിളിച്ച്? അതെ. വിളിക്കടാ കുട്ടപ്പ സാറേന്ന്. കുട്ടപ്പ സാറേ. എന്താ നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. എന്നെ കണ്ടിട്ട് എന്താ കാര്യം? സാറിന് മാത്രമല്ല, അപ്പച്ച സാറിനെ കൂടി ഒന്ന് കാണണം. ആ, പരാതികളെല്ലാം ഞാനാണ് കൈകാര്യം ചെയ്യാറ് പതിവ്. എന്താ പ്രശ്നം? യെസ് സർ. പോലീസ് എന്ന് വെച്ചാൽ നീക്ക് എന്തുവാടാ വിചാരിച്ച്? ഏതാടാ ഈ പയ്യൻ? എന്നെയും സാറിനെയും കാണാൻ വന്നാണേ. എന്താടാ, എന്തു വേണം? സോറി സർ, ഇന്ന് വരുമെന്ന് അറിയില്ലായിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് ഇവിടം വരെ വന്നതാണ്. അത്യാവശ്യം കഴിഞ്ഞെങ്കിൽ സ്റ്റേഷൻ വരെ ഒന്ന് വന്നാ കൊള്ളാം. അവിടെയും ചില കാര്യങ്ങളുണ്ടല്ലോ. സർ, പുതിയ എസ് ഐ ആണ്. ആഹാ, വരണം വരണം. ഞങ്ങൾ എത്ര ദിവസമായി പുതിയ എസ് ഐയെ കാത്തിരിക്കുകയാണെന്ന് അറിയാവോ? ഞാൻ മാധവ പണിക്കർ. കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇതെന്റെ മക്കൾ ദിനേശൻ, രമേശൻ. ഹലോ. കോളേജിൽ പഠിക്കുന്ന ഏതോ പയ്യനാണെന്നല്ലേ കരുതിയത്? വന്നാട്ടെ, ഇരുന്നാട്ടെ. അല്ല, എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് പെട്ടെന്ന് ചാർജ് എടുക്കണം. കയറിയിരിക്കാനും പരിചയപ്പെടാനൊക്കെ ഇനിയും സമയം സാവകാശം ഉണ്ടല്ലോ. ഔട്ട് ഹൗസ് ഒക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ടോ? ഒരാഴ്ചക്ക് മുമ്പേ റെഡിയാക്കിയിട്ടുണ്ട്. ലഗേജ് ഒക്കെ അങ്ങോട്ട് എടുപ്പിക്കാം. ഔദാര്യത്തിന് നന്ദി. എനിക്ക് വേറെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് മതി. എന്റെ ഭാര്യയാണ് ഇന്ദിര. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ച് പിടിച്ചിട്ടുണ്ട്. ആഹാ, അപ്പൊ അങ്ങനെ ഒരു പരിചയം കൂടെ ആയി. അപ്പൊ ഇനി ചായ കുടിച്ചിട്ടാകാം. വന്നാട്ടെ. വടോ. ഈ മാടമ്പിമാരുടെ തിണ്ണനിറങ്ങിലെ ഡ്യൂട്ടി സമയത്ത് വേണ്ട. സർ, ഈ തൊപ്പി തലേ വെക്കാനും ഷൂ കാലിടാനുള്ളതാ. ഓക്കെ സർ. മേലാൽ ആവർത്തിക്കരുത്. ഓക്കെ സർ. ആ, ചെറുപ്പല്ലേ, തിളപ്പ് തീരട്ടെ. എന്താടി കൂടെ പഠിച്ചവനെ കണ്ടപ്പോ ഒരു വിമ്മിഷ്ടം? വല്ല പ്രേമം മറ്റോ ആയിരുന്നോ? ആ, താൻ പോകുന്ന വഴിക്ക് ഒരു കാര്യം ചെയ്യും. തെക്കേക്കരയിൽ കയറി ആ രാഘവൻ നായരുടെയും സാവിത്രിയമ്മയുടെയും മക്കളോട് വേണ്ടാത്ത പണിക്കൊന്നും നിക്കണ്ട എന്നൊന്ന് പറഞ്ഞേക്കാൻ. ആ ഗോപിയും ദേവിയും വലിയ ശല്യക്കാരാ. ഇങ്ങനെ അനുസരണ ഇല്ലാത്തൊരു പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിടിച്ച് രണ്ടാണ് പൊട്ടിച്ചാലോ? നീയോ? എന്തേ പറ്റില്ലേ? ഞാൻ കാണിച്ചു തരാം. കളരി പഠിച്ചത് വെറുതെ ഒന്നല്ല. കൂനനുറുമ്പുകൾ മാളിക തീർക്കണമാവിൻ ചോട്ടിലോ പച്ചോലക്കുട എടാ പേങ്ങ, ഒന്ന് മേലെങ്കിൽ പണിയിടാ കഴുതേ. ഇരുട്ടൊന്നും ഇപ്പൊ തീരണം. വയസ്സായി നമ്പ്ര, കാലത്തൊരു കുപ്പിയെങ്കിലും ചെന്നില്ലെങ്കിൽ ഒരു രുചിയില്ല. കഴുതേ, കാലത്ത് പച്ചക്കാന്നോടാ വാർത്തിറങ്ങി. രാഘവൻ നായരെ, തന്റെ മോനോടും ഈ ചെറുക്കനോടും വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെട്ട് തടി കേടാക്കരുന്ന് പറഞ്ഞേക്ക്. എനിക്ക് അവന് മോനെ പോലാടൂ. താൻ ചാടാ കാര്യം പറ. കാര്യമൊക്കെ അവർക്കറിയാം. എന്താടാ ഗോപി? ഒന്നുമില്ല അച്ഛാ, ചുമ്മാ. ഒന്നുമില്ല എന്നോ? മേമനെ തറവാട്ടിൽ നിന്ന് ഈ കായലോടത്തൊരു ഷെഡ് കെട്ടാൻ ആള് വിട്ടപ്പോ അവരെ തടഞ്ഞാ ഒന്നുമില്ല എന്നാണ്. ഗോപിടച്ച, ആ പഞ്ചായത്ത് സ്ഥലത്താ മേമനക്കാരുടെ ഷെഡ് കെട്ടല്. ആ വടക്കേ കെട്ടല് 19 വീട്ടുകാരൻ നെല്ലുണക്കണ പൊതു സ്ഥലമാ അത്. അവിടെ മേമനക്കാർ ഷെഡ് ഉണ്ടാക്കാൻ വന്നാൽ ഞങ്ങൾ ഇനിയും തടയും. ഈ കരയിലെ ഒതുക്കാവുന്ന ഭൂമിയെല്ലാം മേമനക്കാര് പണ്ടേ ഓരോ വിധത്തിൽ ഒതുക്കിയിട്ടുണ്ടല്ലോ. ബാക്കിയല്ലേ ഉള്ളൂ നാട്ടുകാർക്കും പഞ്ചായത്തിനും. ഇനി അതിലും കൈയിട്ട് വരണോ? ആ, അത് ശരി. പണിക്കരദ്ദേഹത്തിന്റെ മക്കള് ചൂടന്മാരാണെന്ന് അറിയാലോ. അവര് മുന്നും പിന്നും നോക്കാതെ എന്തെങ്കിലും ചെയ്താ അത് കൂടി പോകുമെന്ന് കരുതിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്തിനാ? ഈ പിള്ളേരെ ഒന്ന് ഉപദേശിക്കാൻ. മേമന പണിക്കന്മാരുടെ വിരോധം സംഭാവിച്ച
എന്താ ഉണ്ടാവാന്ന് തനിക്കെങ്കിലും അറിയാലോ. പഞ്ചായത്ത് സ്ഥലത്ത് ഷെഡ് കെട്ടാൻ വന്നാൽ വരണവന്റെ നെഞ്ചത്തെങ്ങൾ ഷെഡ് കെട്ടുമെന്ന് പോയി പറഞ്ഞേക്ക്. നീ അല്ലെങ്കിലും തന്തയില്ലായ്മയെ പറയൂടാ കുരുത്തം കെട്ടവനെ. എന്റെ അമ്മേ! എന്ത് അത്രയ്ക്കായോ അധികാരം? എന്റെ കാര്യസ്ഥന്റെ നേരെ കൈവെക്കാനും ഈ നാട്ടിൽ ഒരുത്തം വളർന്നെന്നോ? ചെളിയിൽ വീണത് ഞാനാണെങ്കിലും ചെളി തെറിച്ചത് അങ്ങനിന്റെ മുഖത്താ. അതാ എനിക്കിപ്പോ ഏറ്റവും വലിയ സങ്കടം. അവന്റെ കരണക്കുറ്റി നോക്കി 4 പൂശി പൂശണമെന്ന് ഞാൻ ആലോചിച്ചതാ. പിന്നെ ഞാൻ ആ പാടത്ത് കിടന്ന് ആ അലവരാതിയായിട്ട് തല്ലുകൂടിയ അവിടത്തേക്കല്ല എന്റെ കുറവ്. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞല്ലേ ആ ഗോപിയെ രവി ഒതുക്കില്ലെങ്കിൽ വലിയ ശല്യമാവുന്നു. ഞാൻ ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലട്ടെ. ആ ഹേടപ്പച്ചൻ തൊപ്പി വെച്ച് അവിടെ ഇരിക്കുന്നത് കാക്കയെ ആട്ടാനാണോ എന്ന് എനിക്കൊന്നും അറിയണം. ആ വേണ്ട, ഇതിന് പോലീസും പട്ടാളവും ഒന്നും വേണ്ട, നമുക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. ദിനേശ, ആ മേമന പണിക്കർക്കെതിരെ പറയാൻ ഇനി ഇവിടെ ഒരുത്തനും ധൈര്യപ്പെടരുത്. മുളയിലെ നുള്ളേണ്ടത് മുളയിലെ നുള്ളിക്കളയണം, മനസ്സിലായോ? ആ എന്തിനാ രവിയ ചൂമ്പിളയായിട്ട് വഴക്കിന് പോയത്? ഞാൻ വഴക്കിനൊന്നും പോയില്ലമ്മേ, അയാൾ ചുമ്മാ മെക്കിട്ട് കയറാൻ വന്നാ. ചേട്ടനല്ലേ അയാളെ പാടത്ത് തള്ളിയിട്ടത്? നീ മിണ്ടാ രാജി. എന്താ രാഘവേട്ടം ഉണ്ടായത്? പേടിക്കേണ്ട സാവിത്രി, അതൊക്കെ എങ്ങനെ കിടക്കും? നിങ്ങൾ എന്താ മനുഷ്യ പറയണത്? മേമനക്കാരെ പേടിക്കണ്ടെന്നോ? അമ്മ എന്ന് കരുതി എന്നും പേടിച്ചു കഴിയണമെന്നാണോ? അങ്ങനെ വിടാൻ പറ്റില്ല. ആ മേമനക്കാരുടെ വരവാന്ന് തോന്നുന്നു. തേങ്ങ അയൽ വാങ്ങിങ്ങട്. അയ്യോ എന്താ ഇത്? വെറുതെ വഴക്കിന് പോണ്ട. മാറി ആണുങ്ങൾ കാര്യം ചോദിക്കുമ്പോ നിന്ന് ചിണുങ്ങുന്നു. വേണ്ട മോനെ, ചേട്ടാ, വേണ്ട. പോലെ മോനെ. മോനെ. ആരാ മേമനക്കാര്യത്തിനെ തൊട്ടത്? അതറിയാൻ കാര്യസ്ഥനോട് തന്നെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. തമ്പുരാക്കന്മാരി നട്ടുച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. രാഘവൻ നായരെ, അറിയാനല്ല, നിങ്ങളെ ചിലത് അറിയിക്കാനാണ് വന്നത്. അതിന് മക്കള് രണ്ടുപേരും കൂടെ പോരണ്ടായിരുന്നു. മാധവപ്പണിക്കര് ചാകുമ്പം വായിക്കരിയിടാ ഒരെണ്ണമെങ്കിലും വേണ്ടായോ? അടിയാ ജീവനിൽ കൊതിയുള്ളവൻ വാടാ. അയ്യോ ഗോപി, പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകാനാ പറഞ്ഞത്. ഓടി. ആദ്യം മുന്നോട്ട് വരുന്നവന്റെ തലയാനെടുക്കും. ചുണയുള്ളവൻ വാടാ. എന്താടോ അവിടെ കൂട്ടം കൂടിയിരിക്കുന്നത്? തിരിഞ്ഞു വിടോ. എന്താടോ? സാറേ, ഞങ്ങളിതാ അവിടെ ഒരു ഷെഡ് കെട്ടാൻ വന്നതാ. ഇവര് ഞങ്ങളെ തടയുന്നു. അത് പഞ്ചായത്ത് സ്ഥലമാണ് സാറേ. ഞങ്ങൾ ഇവിടുത്തെ 19 കുടുംബക്കാർ നെല്ല് ഉണക്കുന്ന സ്ഥലമാണ് സാറേ അത്. തർക്കവും വിസ്താരമൊക്കെ പിന്നെ. ഇപ്പൊ എല്ലാരും പിരിഞ്ഞു പോണം. ഞങ്ങൾ ഷെഡ് കെട്ടാൻ വന്നതാ. ഞങ്ങൾ പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുക, പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ആ കമ്പി താഴെ താഴെയിടാൻ. അത് കളയടോ. കൊളയല്ലേ കുറച്ചും. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകുന്നുണ്ടോ അതോ? ഇൻസ്പെക്ടർ, മിസ്റ്റർ ദിനേശ്, മര്യാദയ്ക്ക് പറയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്വയം പിരിഞ്ഞു പോകുന്ന നല്ലത്, അല്ലെങ്കിൽ എനിക്ക് പിരിച്ചുവിടേണ്ടി വരും. വാടാ. കൈതക്കൽ രാഘവൻ നായരാരാ? ഞാനാ. ഭാര്യ യശോദാമ്മ? ഇതാ ഇവള. മകൻ ഗോപി? അത് ഞാനാ. താഴത്തെ വീട്ടിൽ സാവിത്രിയമ്മ നിങ്ങളല്ലേ? അതെ. മകൻ രവി. നിങ്ങൾക്കൊരു മകളില്ലേ രാജി? ഇതാ ഇവളാ. ഇവിടെ നീങ്ങണം. നീങ്ങി നിൽക്ക് പെണ്ണേ. അയ്യോ അതൊരു പാവാണ് മന്നെ. താൻ തേങ്ങൻ അല്ലേ? ആ അതാണ് എന്റെ പേര്. അത് ഏമാൻ അങ്ങനെ മനസ്സിലായി? ആമ്പ്രാനെ. എന്താണ് സാർ കാര്യം? ഇവിടെ പറയടാ. ഇവിടെ ഒരു ഷെഡ് കെട്ടണമെങ്കിൽ നിന്റെയൊക്കെ അനുവാദം വേണം അല്ലടാ? കാര്യം ഞാൻ പറയാം. കാര്യം ഗോപിയുടെ പറയണ്ട. പറയാതെ തന്നെ എനിക്കെല്ലാം അറിയാം. ആട്ടെ, എന്നെ ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല? എല്ലാവരും അറിയന്നെ. ഇവിടെ പണ്ടുണ്ടായിരുന്ന പോസ്റ്റ്മാൻ രാമവാര്യരെ ഗോപിയുടെ അച്ഛൻ മറന്നുപോയോ? രാമവാര്യരുടെ ആരാ? ഞാൻ രാമവാര്യരുടെ മകൻ ഉണ്ണിയാ. ഉണ്ണി? രാമവാര്യരുടെ മോൻ ഉണ്ണി?
യൂണിഫോം ആകെ ചീത്തയോ? എന്നാലും എന്റെ ഉണ്ണി നീ ഇങ്ങനെ തടിപാടനായി പോയല്ലോ. എന്നെ കഥടി ഇവനല്ലേ? ദേ ഗോപി ഒട്ടും മോശമല്ല. വീടറ രാജിക്ക് എന്നെ ശരിക്കും ഓർമ്മയില്ലാന്ന് തോന്നുന്നു. പരിചയക്കുറവ് മാറുന്നില്ലല്ലോ. ഓർമ്മ കാണും തമ്പ്ര. പണ്ടേ കല്യാണം കളിച്ചു വളർന്നല്ലേ, മറക്കാൻ പറ്റും തമ്പ്ര. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അച്ഛൻ എങ്ങനെയുണ്ട് മോനെ? തറവാട്ടി തന്നെയാ. ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ദിവസം. എന്നാ സ്റ്റേഷനിലേക്ക് അല്ലട്ടെ? അവിടെ ആകെ താറുമാറായി കിടക്കുക. എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. ക്വാർട്ടേഴ്സ് ഒന്ന് പോയി നോക്കണം. വരട്ടാ. അപ്പായി എന്തായി? ഇതെല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ. നോക്കിയേ നാറ്റെങ്ങനെയുണ്ട്? കറക്റ്റ് സ്കോച്ചിന്റെ സ്മെല്ല്. ഹൈ, എന്തുട്ടാ വിചാരിച്ചേ? കുന്നംകുളം അർപ്പായി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മനും വരെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പാർട്ടിനി വേണ്ടി വന്ന പ്ലാസ്റ്റിക് കൊണ്ട് വൈക്കോല ഉണ്ടാക്കുന്ന എന്തുട്ടായി പറയണേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റും വലിയ വ്യത്യാസമില്ല. ടേസ്റ്റ് കറക്റ്റ് ആവണേ 2 ദിവസം കൊണ്ട് കഴിയണം. നല്ല അസല് തേരട്ടയുടെ എസൻസ് ഇട്ട് വാറ്റിയതാണ്. തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതൊക്കെ അങ്ങനെ നേരത്തെ പറയാൻ പറ്റുമോ? ഇത് ട്രേഡ് സീക്രട്ട് ആണ് കളിക്കുന്നത്. എന്ത് പണ്ടാരായാലും അടുത്ത ആഴ്ച 20 കേസ് റെഡി ആവണം. എറണാകുളത്ത് എത്തിക്കാനുള്ള. ഏറ്റവും സാറേ ക്യാപ്പാ വന്നോട്ടെ. 20 അല്ല 200 കേസ് വരെ ഉണ്ടാക്കാൻ എന്നെ സംബന്ധിച്ചൊരു കനമുള്ള കേസല്ലെന്ന്. ഇൻസ്പെക്ടർ എന്ന് പേര് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. കണ്ടാ തോന്നണ്ടേ? പണ്ടൊക്കെ PC ആയിട്ട് കയറി ഏഡായിട്ടൊന്ന് വിലസി ഒടിയിൽ മൂത്ത് ഇൻസ്പെക്ടർ ആവുമ്പോഴേക്കും ഓരോരോ പക്വതയൊക്കെ വരും. പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കും. ഇപ്പൊ അത് വല്ലതുമാണോ? ചുമ്മാ കോളേജിൽ ഫുട്ബോളും തട്ടി നടക്കുന്ന പിള്ളേരെ SIയുടെ തൊപ്പിയും വെച്ച് ഒറ്റ തട്ടല്ലേ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഈ കുഞ്ഞുങ്ങൾക്ക് വല്ലതും അറിയാവോ? ഒക്കെ ഞങ്ങൾ സീനിയേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം. കള്ളു കുടിക്കാനും മനുഷ്യന്മാരിടിക്കാനും അതിത്ര പഠിപ്പിക്കാൻ എന്താ ഉള്ളത് പോലീസ് അമ്പ്രാം? നിന്റെ ഈ ചെളികുത്തല് പോലെ അല്ല ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ. മനസ്സിലായോടാ പെങ്ങ? ഓ, മോളെ രാധ മീൻകറി ആയില്ലേടി? ഇതാ വരുന്നച്ചാ, ബഹളം കൂട്ടാണ്ട് കടന്നു. അമ്മു, നീ ആ കറിയൊന്ന് നോക്കി. എടാ ഇങ്ങ് വാടാ. ഇത് എത്ര കാശുണ്ടടാ? എനിക്കറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? 50 താറാമുട്ടിക്ക് 25 രൂപ എവിടുത്തെ കണക്കാടാ? എനിക്കറിഞ്ഞൂടെ ചേച്ചി, അച്ഛൻ തന്നയച്ചതാ. ആഹാ, നിന്റെ അച്ഛനോടെ ഇത് കത്തിച്ച് എന്റെ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുക്കാൻ പറ. ദേ, നാളെ വൈകുന്നേരത്തിന് മുമ്പ് 40 രൂപ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ട് തന്നില്ലെങ്കിലേ നിന്റെ അച്ഛന്റെ കിടുങ്ങാമണി കൊത്തിയാൽ ഞാൻ താറാവിന് ഇട്ട് കൊടുക്കും. പോയി പറ. പോടാ അവിടുന്ന്. തന്റെ കണകുണ വർത്താനം എനിക്ക് കേൾക്കണ്ട. മാസം 3 ആയി ഒരു നയാ പൈസ പോലും തരാതെ വന്നിരുന്ന് മോന്തിക്കൊണ്ട് പോകുന്നു. ചേട്ടാ, ശമ്പളം കിട്ടാതെ എന്റെ ഇവിടുന്ന കാശ് സർക്കാരല്ലയോ എനിക്ക് കാശ് തരുന്ന ചെലപ്പം പിള്ളേ. ഞാൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നു. ഞാനൊരു ഇടനില മാത്രം. കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കി നേരിട്ട് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചോ. കാശ് തരുന്നത് സർക്കാരാണെങ്കിലേ ഇത് 2 സർക്കാർ വകയാണല്ലോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്റെ പൊന്നു പെങ്ങളെ കഞ്ഞൂടി മുട്ടിക്കല്ലേ, ഇറങ്ങിതാ. കാശ് എടുക്കണോ? നാളെ തരാം. ഇപ്പൊ ഉള്ളതെടുക്ക്. ബെൽറ്റ് ഒന്ന് വിടുന്നേ. താൻ കളിക്കാതെ ഉള്ള കാശ് എടുക്കണോ? ഫസ്റ്റ് ചിരിച്ചോടാ. പുതിയ SI ആണ് ചാർജ് എടുത്തിരിക്കുന്നത്. കേഡ് ലിസ്റ്റ് നിന്റെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതാ മോള് കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കാം. അച്ഛനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിക്കണേ. ചേച്ചി, ഞാൻ പോവാ ചേച്ചി. ശരി. അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നു. പെരയിലും ഞാൻ ഒറ്റയ്ക്കാ. വെള്ളം കയറിയിട്ട് വന്നാ മതി. ഇല്ല മോളെ, മോള് നടന്നോ, അച്ഛൻ പിന്നാലെ വരാ. പൊന്നുമോളെ ഇത് കൊണ്ടുപോയി. പാപ്പിയേ, ഒരു 4 ഉപ്പിങ് എടുത്തോ. ഒന്നേ എനിക്ക് വല്ല അമ്പ്ര. ഇപ്പൊ എത്രയായി? ലേശം
തൊണ്ടറിഞ്ഞില്ല. അയ്യടാ. ഇന്നാ ഞാൻ 4 കുപ്പിക്കാ പറഞ്ഞത്. ഇന്നേ ഓരോ കുപ്പി കുടിച്ചാ മതി. എന്ന് പറഞ്ഞാൽ കാശിന് ഞങ്ങളല്ലേ? ആ കാശ് തരുന്നൊക്കെ ശരിയാ. ഉള്ളത് മുഴുവൻ ഇവിടുന്ന് വലിച്ചു കയറ്റും. പിന്നെ പാതിരാ വയലും നാട്ടുകാർക്ക് ചെവിതല കേൾക്കാൻ മേലാതെ ദിവസവും തല്ലും വിളിയും ബഹളമാ. വേണ്ട വേണ്ട. ചേടാ അതിന് നിനക്കെന്താ വേണേ? എനിക്കെന്താന്നോ, ചെല്ലപ്പൻ പിള്ളയുടെ കള്ളു കുടിച്ചിട്ടാണെന്നും പറഞ്ഞ് നിങ്ങൾ അമ്മമാര് ഞങ്ങളെ ചീത്ത പറയും. അതിപ്പോ ആരുടെ കള്ളു കുടിച്ചാലും കള്ളല്ലയോ? ചെല്ലപ്പൻ പിള്ളയുടെ കള്ളിന് മാത്രം എന്തോ ഇത്ര പ്രത്യേകത? കള്ളിന് മാത്രമല്ല, ചെല്ലപ്പൻ പിള്ളയുടെ മോളെ കാണാൻ കൂടിയാ നിങ്ങളിവിടെ വരുന്നതെന്ന് ഗോപിച്ചേട്ടന്റെ അമ്മ അമ്മൂനോട് പറഞ്ഞു. എന്റെ സ്വഭാവത്തിന് ഞാനാല് പറയേണ്ടതാ. എന്റെ അമ്മ ഒരു സത്യം പറഞ്ഞു എന്ന് വെച്ച് നീ എന്തിനാ എത്ര ചൂടാവുന്നത്? എന്താ പറഞ്ഞേ? എന്റെ രാധേ, നിന്നെ കാണാല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഈ ഷാപ്പിൽ തന്നെ വരുന്നേ? സത്യം എന്നെ കാണാനാണ് നിങ്ങൾ ഇവിടെ തന്നെ വരുന്നേ? പിന്നെ അല്ലേ? എന്നാലേ ശരിക്കും ഉണ്ണി ഉണ്ണി ഞങ്ങളാ കഥ പറ. ഉണ്ണി ഗോപിയുടെ അച്ഛനോ? എന്തുപറ്റി? ഞങ്ങളുടെ മട മേമനക്കാരുടെ ആൾക്കാർ പൊട്ടിക്കാൻ വന്നു. തടയാൻ ചെന്ന് രവിയും ഗോപിയും പോലീസുകാരെ പിടിച്ചോണ്ടുപോയി. പോലീസ് നിനക്ക് എന്താണോ അത്? ദിവസവും രാത്രി ഇവന്മാര് കള്ളും കുടിച്ച് വരമ്പത്ത് കിടന്ന് തല്ലും തെറിയും. കൂട്ടത്തിൽ ബഹളവും. ദിവസവുമാരുടെ തലവഴി ഇതാ. നാട്ടുകാരുടെ പരാതി കൊണ്ട് പൊറുതി പൊട്ടി കസ്റ്റഡി എടുത്താണ് സാർ. ഒന്ന് തടവാൻ. ഇങ്ങോട്ട് പറയടാ. പറയടാ. ഇത് പോലീസ് സ്റ്റേഷൻ അറിയില്ലടാ. നിങ്ങളെ മുടിയല്ലേ? ഇവരോട് ഞാൻ ചോദിക്കട്ടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മുടിയാ സത്യം വേണം. എന്താണ് ഉണ്ടായത്? ആ മേമന പണിക്കാരുടെ കൂലിക്കാര് ഞങ്ങളുടെ മട പൊട്ടിച്ചു. അത് തടയാൻ ഞങ്ങൾ ചെന്നതാ. ആളെ അറിയോ? അറിയാം. ആ അച്ഛനും ചന്ദ്രനും മറ്റുമാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീയൊന്നും ജീവിതകാലത്ത് നിവർന്നു കിടക്കുകയില്ല. ആര് പറഞ്ഞിട്ടാ മട പൊട്ടിച്ചത്? അത് പറഞ്ഞാൽ ഞങ്ങളെ കൊല്ലും. പറഞ്ഞില്ലെങ്കിൽ നിന്നെയും കൊല്ലാതെ കൊല്ലും. പറയാം. മേമനല്ലേ രമേശൻ മുതലാളി പറഞ്ഞിട്ടാ. ആഹാ, സാറെപ്പോ വന്നു. വരണം സാർ. ഇത് നമ്മുടെ പുതിയ എസ് ഐ ആണ്. എടാ ജോസേ, ഒരു പെഗ്ഗൂടി കുടിക്കടാ. രമേശ് ഒന്നേ സോറി, 1 മിനിറ്റ്. ശരി. താൻ കൈതക്കൽക്കാരുടെ മട മുറിക്കാൻ ആളെ വെച്ചോ? അതൊക്കെ ഒരു തമാശയല്ലേ സാർ? ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചില തമാശകളില്ലെങ്കിൽ ഈ കുട്ടനാട്ടിലെ ജീവിതം ബോറാവില്ല സാർ. കഴിവരുടെ മോനെ, മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടാണോ നിന്റെയൊക്കെ തമാശ? ഏത് ദേവേന്ദ്രം എന്ന് പറഞ്ഞാലും നാളെ നേരം എടുത്ത് ഞാൻ വരുന്നവരെ ഇയാളെ പുറത്തു വിട്ടുകൂടാ. വിട്ടാത്തന്റെ തൊപ്പി കാണുകയല്ല, മനസ്സിലായോ? എന്റെ കുഞ്ഞെ, ആരാടോ എന്റെ അനിയനെ കസ്റ്റഡിയിലെടുത്ത്? അത് ഞാനാ, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണ വാര്യർ. എന്തോ വേണം? ഇവനെ ഇറക്കി വിടണം സർ. ഒരാളെ കസ്റ്റഡിയിലെടുത്താ ഞങ്ങൾക്ക് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തിയാകാതെ എനിക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. ദിവസവും പട്ടുമത്തെ കിടന്ന് ഉറങ്ങുന്നതല്ലേ? പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന സുഖം കൂടി അനിയനൊന്നും അറിയട്ടെ. സാറിയല്ലേ? മേമന മാധവ് പണിക്കരുടെ മകനെ കസ്റ്റഡിയിലെടുക്കാൻ മാത്രം താൻ വളർന്നു അല്ലേ? ഓ, അതിന് ഞാൻ പോലും വേണ്ട. ഇവിടത്തെ കോൺസ്റ്റബിൾമാര് മതി. അവർക്ക് നാണായതുകൊണ്ട് ആ ജോലി ഞാൻ ചെയ്തെന്ന് മാത്രം. എടോ, ആരോടാണ് കളിക്കുന്നതെന്ന് തനിക്ക് ശരിക്കും അറിയില്ല. 24 മണിക്കൂറിനകം തന്നെ ഞാൻ കാണിച്ചു തരാം. വിരല് ചൂണ്ടി സംസാരിക്കരുത്. അത് ഞങ്ങൾ പോലീസുകാർക്ക് തീരെ ഇഷ്ടമല്ല. വി നെവർ ടോളറേറ്റ്. Shut your bloody mouth, you idiot. Who the hell you think you are? Don't play your dirty games anymore. കൂടുതൽ വിളച്ചെടുത്താലുണ്ടല്ലോ, അനിയന്റെ കൂടെ അണ്ടർവെയർ അടിച്ച് നിന്നെ ഞാൻ അകത്ത് കിടത്തും.
ചൊട്ട കാശിന് വിലക്കെടുക്കാനാവാത്ത ചില ആമ്പിള്ളേരെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് നിന്റെ മാടമ്പി തന്തയോടൊന്ന് പറഞ്ഞേക്ക്. Get lost! നാണം കെട്ടവനെ, ഒരു പീക്കർ എസ് ഐയെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാധവ പണിക്കാരുടെ മകനാണെന്ന് പറഞ്ഞ് എന്താണ് നടക്കുന്നത്? അച്ഛാ അത് ഒന്നും പറയണ്ട, കടന്നു പൊയ്ക്കാൻ മുമ്പിന്ന് വിളിക്കണോ തിരുവനന്തപുരത്തേക്ക്? ആർക്കാണാവോ? തന്റെ മുത്തച്ഛനെ. എടോ നമ്മുടെ MLA വിളിക്കാൻ. എന്റെ പൊന്നു കുഞ്ഞെ, ഞങ്ങൾ മനസ്സാ വാച അറിഞ്ഞതല്ല. എനിക്ക് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്തതല്ലേ. ഉത്തരവനുസരിക്കാൻ ഞാൻ ഞങ്ങളുടെ പോലീസുകാരുടെ തൊപ്പി തെറിക്കും. ആരോട് ചോദിച്ചിട്ടാണോ ഇയാളെ പുറത്തിറക്കിയത്? സർ അത് ഓ, ഉണ്ട ചോറിന നന്ദിയായിരിക്കും. എഴുന്നേക്കടാ. നടക്കടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ? യെസ് സർ, ഉണ്ട് സർ, വിളിക്കാം സർ. തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ഞാൻ എന്താ വരുന്നു, ഹോൾഡ് ചെയ്യാൻ പറ. തനിക്ക് പോവാം. യെസ്, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ. ആ, ആഭ്യന്തരമന്ത്രി കൊടുക്ക്. തിരുവനന്തപുരത്ത് നിന്ന് കോൾ എന്ന് പറഞ്ഞപ്പോ തന്നെ അയാൾ ഇറക്കി വിട്ടു കഴിഞ്ഞു സാർ. ഉണ്ണി, നീ വെറുതെ ഡെസ്പാവണ്ട. ഞാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കല്ല വിളിച്ചത്. കാലത്ത് 6 MLA-മാരാ എന്നെ വിളിച്ച് മാധവ പണിക്കരുടെ മകനെ വിടിയിക്കണമെന്നും നിന്നെ സ്ഥലം മാറ്റണമെന്നും നിർബന്ധിച്ചത്. ഞാനാ നിന്നെ അവിടെ നിയമിച്ചതെന്നും അത് നിന്റെ ആവശ്യപ്രകാരമാണെന്നും നിന്റെ ആവശ്യമെന്ന് പറയുന്നത് എന്റെയും കൂടി ആവശ്യമാണെന്നും നമ്മൾ ഒരു കളരി പയറ്റിയവരാണെന്നും അവന്മാരടുത്ത് പറയാൻ പറ്റുമോ? രാഷ്ട്രീയമല്ലേ മോനെ. ഞങ്ങൾ കളിക്കുന്ന കളിയൊന്നും നിനക്ക് മനസ്സിലാവില്ല. ആരെയും പിണക്കാൻ വയ്യല്ലോ. ചെകുത്താനെയും ദൈവത്തിനെയും ഒരു വണ്ടിക്ക് കെട്ടിയിട്ട് അടിക്കുന്ന പണിയാ ഞങ്ങളുടേത്. പിന്നെ നീ സൂക്ഷിക്കണം. മേമനപ്പണിക്കർ നിസാരക്കാരനല്ല. വലുതാവുന്ന കാര്യത്തിനൊന്നും കയറി പിടിക്കരുത്. പിടിച്ചാലത് പിടിയായിരിക്കണോടാ. വെറുതെ വാല് മുറിയരുത്. നീ എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ക്യാരി ഓൺ. വെക്കട്ടടാ. ഇറക്കി വിടാൻ നേരത്തെ അവൻ വല്ലതും പറഞ്ഞോടാ? ഇല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ വന്നു ഏടപ്പച്ചൻ പറഞ്ഞ ഉടനെ എന്നെ ഇറക്കി വിട്ടു. സത്യത്തിൽ മേമന പണിക്കർ ആരാന്നവൻ അറിഞ്ഞൂടായിരിക്കും. മടക്കനല്ലേ, കഴുത. ഈ പറഞ്ഞു കാണും. ചെക്കൻ അറിയാൻ കിടക്കണല്ലേ ഉള്ളൂ. ചെറുപ്പക്കാരനല്ലേ, ആള് മിടുക്കനാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ തെളിയിക്കാൻ ഒരു കൂതിയും കാണും. പിന്നെ ഒന്ന് ഇളക്കി നോക്കിയാ ഇവിടുന്ന് കൂടുതൽ വല്ലതും ചോർത്താൻ പറ്റിയാലോ എന്നും മനസ്സിലും കാണും. ചോർത്തണ കാര്യത്തില് തനിക്ക് മനസ്സിലാകണ പോലെ മറ്റാർക്കും മനസ്സിലാകുകയല്ലോ. മട പൊളിക്കുന്ന പണി മേമന പണിക്കർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മട പൊട്ടുമ്പം കൃഷി നശിക്കും, കൃഷിക്കാരൻ തെണ്ടും. അടുത്ത വിളവെടുക്കുന്നതുവരെ പിന്നെ പണിക്കരോട് കാശ് കടം വാങ്ങാതെ ജീവിക്കാൻ ഗതിയില്ലാതാവും. അങ്ങനെ ആ നാട്ടുകാരി പലരുടെ ആധാരം മേമനപ്പണിക്കരുടെ പെട്ടിയിലായത്. വെറും 500 രൂപയാ ഇവന്റെ അച്ഛൻ പണിക്കരോട് കടം വാങ്ങിച്ചത്. വീടും പറമ്പും പണയത്തിന്. അന്നും മട പൊട്ടിയതല്ല, പൊട്ടിച്ചതാ. പലിശയും പലിശയുടെ പലിശയും പെരുകി. ഗോപാലൻ നായർ നട്ടം തിരിഞ്ഞു. ഒടുക്കം ജപ്തി നോട്ടീസ് വന്നു. ഒരാഴ്ചത്തെ സാവകാശമെങ്കിലും തരണേന്ന് പറഞ്ഞ് പണിക്കരോട് ഗോപാലൻ നായർ കെഞ്ചി നോക്കി. എടോ, 3 കൊല്ലമായിട്ടുണ്ടാകാത്ത കാശ് ഒരാഴ്ച കൊണ്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കണം, അല്ലേ? എത്രാമത്തെ അവധിയാണോ ഇത്? പണിക്കരെ, സാവിത്രിക്ക് 10 തികഞ്ഞിരിക്കുകയാണ്. ശ്വാസം കഴിക്കാൻ എനിക്കൊരു ഇടം തരണം. തന്റെ ഭാര്യയ്ക്ക് 10 മാസം തികഞ്ഞതേ ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ. തിരിച്ചു കൊടുക്കാൻ വകയില്ലാത്തവൻ കാശ് കടം വാങ്ങിക്കാമോ ഗോപാലൻ നായരെ? എനിക്ക് എന്റെ കാശ് കിട്ടണം. മേടിച്ചതിന്റെ ഇരട്ടി പലിശ ഇനത്തിൽ ഞാൻ തന്നു കഴിഞ്ഞല്ലോ പണിക്കരെ. ആ കണക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ നാട് വിട്ട് പോകാനും പോകുന്നില്ല. ഇവിടത്തെ കാശ് എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ കണക്ക് തീർത്ത് തരും. നിവൃത്തികേട് കൊണ്ട് ഒരാഴ്ചത്തെ ഒഴിവേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു വഴി കാണണ്ടേ? ആ പോട്ടെ, അവസാനമായി ഒരു 4 ദിവസം കൂടി ഞാൻ തരാം. അതിനുശേഷം അവധി തരുന്ന പ്രശ്നമേ ഇല്ല. വെള്ളിയാഴ്ച എന്റെ കാശ് കണക്ക് തീർത്ത് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ നടത്തിച്ചെടുക്കും. അത് തീർച്ചയാ. കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ ഞാനും ഗോപാലൻ നായരും കൂടെ ആലപ്പുഴ വരെ പോയി നോക്കി.
ഒന്നും ശരിയായില്ല. വെറും കൈയോടെ തിരിച്ചു പോന്നു. തമ്പ്ര ഗോപാലൻ തമ്പ്ര, മേമനക്കാര് വന്ന് തമ്പ്രാട്ടിന് കൊച്ചിന് വീട്ടിൽ നിറക്കി ചട്ടിയും കാലൊക്കെ വലിച്ച് പുറത്തുണ്ട്. ഒന്ന് ഓടി വരുന്ന ചതിച്ചോ? കരയാ സൗത്രി, ഈ പത്തൊമ്പതിനിരിക്കുന്ന സമയത്ത് വിഷമം കയറുന്നത് നല്ലതല്ല. ഗോപാലട്ടൻ രാഘവട്ടൻ ഒന്ന് വന്നെത്തിക്കോട്ടെ. എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കില്ല. അതുവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ഒന്ന് വേഗം ആകട്ടടാ, നേരം വൈകുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. നടപടി പശകൊന്നുമില്ലല്ലോ. ഒന്നുമില്ല കുഞ്ഞ്, അങ്ങൊന്നിനും എനിക്കും ഇതൊന്നും പുത്തരിയല്ലല്ലോ. ഇറങ്ങടാ എന്റെ മുറ്റത്തുനിന്ന്. ഛേ, എന്താ ഗോപാലൻ നേരെ ഇതൊക്കെ? ഒന്നും അറിയാത്ത കുട്ടികളല്ലേ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. വേണ്ടതിലധികം സമയവും തന്നു. ഗതി കെട്ടപ്പോ ഞാൻ കോടതിയിൽ ഒരു കടലാസ് കൊടുത്തു. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? കോടതി നിയമമൊക്കെ അല്ലേ. നമ്മൾ കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തിയായി പോയി പണിക്കരേത്. ശരിയാ, എനിക്കും അത് തോന്നി. കഷ്ടമായി ഇയാടെ അവസ്ഥ. ഭാര്യ 10 മാസം തികഞ്ഞു നിൽക്കുന്നു. കൃഷി മുടിഞ്ഞ സമയം, കയ്യിലാണെങ്കിൽ കാശുമില്ല. ഈ സമയത്ത് വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യാന്ന് വെച്ചാൽ കഷ്ടം തന്നെ അയാളുടെ അവസ്ഥ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. ഒരാഴ്ചത്തെ അവധി എനിക്ക് തരായിരുന്നല്ലോ പണിക്കരെ. മാധവ പണിക്കരെ, ഈ മണ്ണിൽ നിന്ന് തനിക്ക് അവരെ ഇറക്കി വിടാം. പക്ഷെ ഈ ഭൂമി മുഴുവൻ മേമനക്കാരുടെ കാൽക്കീഴിലാണെന്ന് താൻ ധരിക്കരുത്. ചാവുമ്പോ എനിക്കും തനിക്ക് ഈ നിൽക്കുന്ന പേങ്ങനും 6 അടി മണ്ണ് മതിയിടും. അത് താൻ മറക്കണ്ട. ഒരു തുണ്ട് ഭൂമിയും കേറിക്കിടക്കാൻ ഒരു പേരെ എനിക്കും ഉണ്ടടാ. എനിക്കുള്ളതെല്ലാം ഇന്നു മുതൽ എനക്കും കൂടെ ഉള്ളതാ. വീട്ടിലോട്ട് നടക്ക്, നടക്ക്. നേരം വെളുത്തിരുന്നെങ്കിൽ എന്റെ ഈശ്വരൻ. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. ആരെങ്കിലും വേഗം വിളി. സാവിത്രിക്ക് ഇടയ്ക്ക് ബോധം പോണു. അമ്പലപ്പുഴ ഡോക്ടറെ വിളിക്കണം. എനിക്ക് പേടിയാവുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ പേങ്ങനെ പറഞ്ഞു വിടണ്ടാം. നീ ആ തൊപ്പിക്കൂടെ ഇങ്ങടുത്തേ. ഗോപാല, ഞാൻ വള്ളം ഇറക്കാം. നീ ഇവിടെ ഇരിക്കാം. വേണ്ട ചേട്ടാ, ഞാൻ പോവാം. സാവിത്രി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. നമ്മുടെ രാജ്യമോൾ. തള്ളയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല. പക്ഷേ എന്റെ ഗോപാലൻ തിരിച്ചു വന്നില്ല. 3-ാം പക്കം അവന്റെ ശവമാ കരക്കടിഞ്ഞത്. അത് കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞ ഉണ്ണിയേയും കൊണ്ട് രാമവാര്യരും ശാരദയും സ്ഥലം മാറി വന്നിവിടെ താമസമാക്കിയത്. രാമവാര്യർ വരുന്നതുവരെ മാധവപ്പണിക്കരുടെ ഏറാമൂളുകളായ നാട്ടുകാർക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഗോപാലൻ മരിച്ചിട്ടും സാവിത്രിയെ മക്കളെ എന്റെ കൂടെ താമസിപ്പിക്കുന്നത് മാധവപ്പണിക്കർക്കും ചിങ്കിടികൾക്കും അത്ര സൂചിച്ചില്ല. ഞാനത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഉണ്ണിയുടെ അച്ഛൻ വാര്യര് 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം. ഒരു മനുഷ്യന്റെ വായ മൂടാൻ പറ്റുമോ? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഒരമ്മ പെറ്റതല്ലെങ്കിലും ഇവളെന്റെ പെങ്ങളാ. ഇരട്ട പെറ്റ പിള്ളേരെ പോലെ ഞാനും ഗോപാലനും ഈ കരയെ കഴിഞ്ഞത്. വാര്യർക്കറിയോ?
ആങ്ങളമാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോപാലന്റെ കൂടെ ഇവിടെ ഇറങ്ങിപ്പോരുമ്പോ ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് ഞാനാ കാവല് നിന്നത്. ആങ്ങളെയും ബന്ധുവായിട്ട് രാഘവട്ടനല്ലാതെ എനിക്ക് ആരുമില്ല. ഈശ്വരനെ നടക്കാത്ത വാക്ക് പറയുന്നവരുടെ നാവ് പുഴുത്തു പോകും. എല്ലാറ്റിനും എനിക്ക് സാക്ഷികളുണ്ട് വാര്യരെ. ഒരപവാദത്തെ എനിക്ക് ഭയമില്ല. അതൊക്കെ ശരി തന്നെ. സാവിത്രി അമ്മയ്ക്കും മക്കൾക്കും എന്നായാലും ഒരു വീട് വേണ്ടേ? നാളെ ഒരിക്കൽ ഈ പെൺകൊച്ചിന് പ്രായമാവുമ്പോ എവിടുന്നെങ്കിലും ഒരു ആലോചന വന്നാൽ സ്വന്തമായിട്ടൊരു കൂരയില്ല എന്ന് പറയണത് ഒരു വലിയ കുറവല്ലേ? വാര്യര് പറഞ്ഞത് ശരിയാ. ഞാൻ ഇതുവരെ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. തന്റെയും യശോദയുടെയും നല്ല മനസ്സുകൊണ്ട് സാവിത്രിയമ്മയും മക്കളും നിങ്ങൾ കണ്ണിലല്ലായിരിക്കാം. പക്ഷെ ലോകത്തിന്റെ കണ്ണിൽ സാവിത്രിയമ്മയും മക്കളും നിങ്ങളുടെ ഔദാര്യത്തിൽ കഴിയുന്ന വെറും തെണ്ടികളാ. ഈ ഭൂമിയില് ഒരു നുള്ളു മണ്ണിൽ പോലും അവകാശമില്ലാത്ത വെറും തെണ്ടികള്. വാര്യരെ, ഈ അവസ്ഥ മാറണം. ഇടോ, സ്വന്തം മണ്ണിൽ സ്വന്തം കാല് നിൽക്കുമ്പോഴേ മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടാവൂ, ആത്മവിശ്വാസം ഉണ്ടാവൂ. അതുകൊണ്ട് താൻ ആദ്യം ഇവരെ ലോകത്തിന്റെ മുമ്പിൽ സ്വന്തമായ മേൽവിലാസമുള്ള മനുഷ്യരാക്ക്. ഒരു തുണ്ട് ഭൂമി താൻ സാവിത്രമ്മയുടെ പേർക്ക് എഴുതി വെക്ക്. നമുക്ക് അവിടെ ഇവർക്ക് സ്വന്തമായി ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ഈ പറഞ്ഞത് നന്നായി വാര്യരെ, വളരെ നന്നായി. ഈ വീട് പാലുകാച്ചിന്റെ അന്നെങ്കിലും ഒരു ഉടുപ്പിട്ടോണ്ട് വന്നൂടെ പേങ്ങാ നിനക്ക്? ഉടുപ്പിട്ട എന്റെ തല കറങ്ങും നമ്പ്ര. ഈ പാല് കുടിച്ചിട്ടാവും ബാക്കി കാര്യങ്ങൾ. അയ്യോ അമ്പ്രാട്ടി, പാല് കുടിക്കേണ്ടി വരും അടിയൻ ഓർത്തില്ല. കഴുതേ, നല്ലൊരു ദിവസമായിക്കൊണ്ട് കാലത്തെ കള്ളും വലിച്ചേറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ എന്നാടാ ബോധം വരുന്നേ? ഉള്ള ബോധം പോയി കിട്ടാനാ തേങ്ങ ശകലം മോന്തണം. അപ്പഴാ അമ്പ്രാന്റെ ഒരു വർത്താനം. എടാ പോടുന്നേ. ഇത്രയൊക്കെ ആയെന്ന് കരുതി തന്റെ ചുമതലകളൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത് രാഘവൻ നായരെ. ഈ കുട്ടികളെ ഒരു നിലയിൽ എത്തിക്കേണ്ടതും കൂടി തന്റെ ചുമതലയാണ്. കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യും വാര്യരെ. എല്ലാത്തിനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉണ്ണി, ഗോപി, എല്ലാരും വാ. ഈ പാല് കുടിച്ചിട്ട് പോയി കളിക്കാം. ഉണ്ണിയും രാജി ഇപ്പോഴേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു. കൊല്ലം എത്രയായി? ആ, ഉണ്ണിയൊന്നും കഴിച്ചില്ലല്ലോ. എല്ലാം മോശമായിട്ടായിരിക്കും. ഏയ്, എല്ലാം അസലായിട്ടുണ്ട്. എനിക്ക് മതിയായിട്ടാ. മോളെ, ഉണ്ണിക്ക് തോർത്തെടുത്ത് കൊടുക്കും. കുട്ടിക്കാലത്തെ കുസൃതികളൊന്നും ഞാൻ മറന്നിട്ടില്ല. രാജ്യം എവിടെ ഓർക്കാനല്ലേ? മറന്നു കാണും. മറന്നിട്ടില്ല. നന്നായി. ആട്ടെ, നിന്റെ പഴയ വാശിയും കരച്ചിലൊക്കെ ഇപ്പോഴും ഉണ്ടോ? ചേച്ചി ദേ വരുന്നുണ്ട്. ഈ അലവലാതിയൊക്കെ ഷാപ്പിൽ കയറ്റിയിരുത്തുവോ? മാന്യന്മാര് പിന്നെ എങ്ങനെയാണോ തന്റെ ഷാപ്പിൽ പൊടി. ഇപ്പൊ മാന്യന്മാരാരും ഇവിടെ ഇല്ലല്ലോ അമ്പ്ര. എന്താണോ മേമന കാര്യസിനെ കണ്ടിട്ട് നിനക്ക് മാന്യനായി? നമുക്കിന്ന് പിന്നാമ്പറത്തിരിക്കാം. ആ ശിവശങ്കർ പിള്ളെ കണ്ടാ എനിക്ക് തല്ലാൻ തോന്നും. ശരിയാ, ഒരു കുപ്പി അകത്ത് എന്നാ എനിക്കും കൈ ധരിക്കും. അമ്മോ, ഒരു 2 കുപ്പി അങ്ങ് പിന്നാമ്പറത്തേക്ക്. ഇതെന്താ ഇവിടെ? ഷാപ്പിനകത്ത് ചില അലവലാദികൾ. അതുകൊണ്ട് മാന്യന്മാർ അടുക്കളപ്പുറത്തേക്ക് പോന്നു അല്ലേ? അതല്ല, ഇവിടെ ആവുമ്പോ രാധയോട് ഇത്തിരി മിണ്ടിയും പറഞ്ഞു ഇരിക്കാമല്ലോ. ആഹാ, മിണ്ടിയും പറഞ്ഞ ഒടുവിലിന്റെ പൊറിക്കാത്തേറി ഇരിക്കുമല്ലോ കണക്കിന്. അതിന് സമയ സന്ദർഭമൊക്കെ ഒത്തുവരട്ടെ എന്ന് കരുതി. അയ്യടാ, പൂതി കൊള്ളാം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ നിന്റെ അച്ഛൻ ചെറുകിളിയായല്ലോടി. കല്ല് വേണം, കപ്പ വേണം, ചായയും വേണം. ഇതിനുള്ള കാശില്ല. വേണ്ട രാധേ. ഇത് കാശിനല്ല, വെറുതെയാ. വെറുതെ? എന്നെ കാണാൻ ദിവസവും വരുന്ന ആളല്ലേ, സ്നേഹം കൊണ്ട് തരുന്നതാ. ആഹാ, അപ്പൊ പിന്നെ ഞാൻ വേറെ ആരെ കാണാൻ ഇവിടെ വരുന്നത്? കരിമിന്റെ എനിക്കിറങ്ങൂലേ? ഇന്നോ ഇതും സ്നേഹം കൊണ്ടാണോ? അപ്പോ ഇതിനും കാശ് മേടിക്കില്ലായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് താറാവട്ടയില്ലേ? എന്നോട് സ്നേഹമില്ലേ? അതെ, ഒരാളോടുള്ള സ്നേഹമല്ല മറ്റൊരാളോട്. അതുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
മനസ്സിനൊരായിരം കിളിവാതിൽ അടച്ചാലുമോർമതൻ അടയ്ക്കാ കുരുവികൾ ചിലയ്ക്കുന്ന കിളിവാതിൽ മണിവാതിൽ മനസ്സിനൊരായിരം കിളിവാതിൽ മനസ്സിനൊരായിരം കിളിവാതിൽ പൂക്കണിക്കൊന്നയിലൂഞ്ഞാലാടുന്നതെന്റെ ഉള്ളിലെ പൂത്തുമ്പി പൂക്കണിക്കൊന്നയിലൂഞ്ഞാലാടുന്നതെന്റെ ഉള്ളിലെ പൂത്തുമ്പി കുഞ്ഞോളത്തിലെ തൂവൽ തോണിയിൽ കുഞ്ഞോളത്തിലെ തൂവൽ തോണിയിൽ ഒന്നിച്ചിരിക്കണതാരാണ് മനസ്സിനൊരായിരം കിളിവാതിൽ മനസ്സിനൊരായിരം കിളിവാതിൽ അടച്ചാലുമോ മതൻ അടയ്ക്കാ കുരുവികൾ ചിലയ്ക്കുന്ന കിളിവാതിൽ മണിവാതിൽ അടുപ്പിക്കട. എടി പെണ്ണെ, ഇങ്ങോട്ട് നോക്കിയ. ഒന്ന് പോവാം ബ്രാ. ഓ, പെണ്ണിന്റെ ഒരു നാണം. എത്ര നാളായി നിന്നെ നോട്ടോടുന്നു. ബോട്ടിൽ കയറി പെണ്ണെ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. പോവാം ബ്രാ, ഇല്ല ഞാൻ വിളിച്ചു പോവും. ആഹാ, അയ്യോ, ഓടി വരണേ. ബോട്ടിൽ കയറി. നിന്റെ തന്ത പൂസായി വീട്ടിലെത്തുന്നതിന് മുമ്പ് കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ? നാണല്ലോ തനിക്ക്. തേങ്ങന്റെ മോടെടുത്താ നേമനെ കൊച്ചുകണിക്കേണ്ട ശൃംഗാരം. അതിലാണ് ആക്ഷേപമെങ്കിൽ വേണ്ട. പേങ്ങന്റെ മോളല്ലെങ്കിൽ ചെല്ലപ്പൻ പിള്ളയുടെ മോളായാലും മതി. പെണ്ണായിരിക്കണം, സുന്ദരിയായിരിക്കണം, അത്രേ എനിക്കുള്ളൂ. തൊട്ടുപോലെ തന്നെ. ദേഷ്യം വരുമ്പോഴാണ് നിനക്ക് കൂടുതൽ ഭംഗി. വാ, നമുക്ക് ആലപ്പുഴയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം.
എവിടെയുള്ള പാർട്ടി കേന്ദ്രം? പറയാം. ഈ സാധനം ഇവിടെ നിർത്തേ. ഇൻസ്പെക്ടർ സർ, ബോട്ടിൽ നിന്ന് 3 കേസ് മദ്യം നിങ്ങൾ പിടിച്ചു എന്ന് സത്യം തന്നെ. എന്നാൽ ആ മദ്യം ഞങ്ങളുടേതാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല മിസ്റ്റർ സബ് ഇൻസ്പെക്ടർ. ഒരു കേസ് പിടിച്ചാൽ അത് കോടതിയിൽ എങ്ങനെ തെളിയിക്കണമെന്ന് പഠിച്ചതിന് ശേഷമാണോ കാക്കിക്കുപ്പായിട്ട് പണിക്കിറങ്ങിയത്? ബോട്ട് റപ്പായി വാടകയ്ക്കെടുത്താണ്. അയാൾ അതിൽ എന്ത് കയറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. അയ്യോ, മാത്രമല്ല വ്യാജമദ്യം പിടിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. അവിടെ എനിക്ക് ഇഷ്ടംപോലെ ആളുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ആ പഴുത് ആദ്യം അടച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ ദിനേശ്, നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് കുപ്പി വിലയെ നഷ്ടമുള്ളടാ. കാണട്ടെ നിന്റെ ഒരു തെളിവ്. വാടാ. നീ ഒറ്റിക്കൊടുക്കുവല്ലടാ. ഇത് ആഭ്യന്തരമന്ത്രിയാണ്. അളയാ, ഞാനാ ചാണ്ടിക്കുഞ്ഞ്. നീ അവിടെ ഇരുന്ന് എനിക്കിട്ട് ശരിക്ക് പണിയുന്നുണ്ടല്ലോ. ഇന്ന് കാലത്ത് പാർട്ടി സെക്രട്ടറിയാ എന്നെ വിളിച്ചുണർത്തിയത്. കുട്ടനാട്ടിലെ ക്രമസമാധാന നില തകർന്നെന്നും നിന്നെ സ്ഥലം മാറ്റാതെ രക്ഷയില്ലെന്ന് അയാൾ. നിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ പാർട്ടിയുടെ ക്രമസമാധാന നില തകർക്കും എന്ന് ഞാനും. അതിൽ സെക്രട്ടറി ഒന്നിറങ്ങി. അതൊന്നും സാരമില്ല, നീ നിന്റെ സ്വന്തം തടി സൂക്ഷിച്ചാൽ മതി. അവറ്റകൾ എന്തിനും മടിക്കാത്തവരാണെന്നാ കേട്ടത്. ചാണ്ടിക്കുഞ്ഞ് ഈ കസേരയിൽ ഉള്ളിടത്തോളം കാലം നിന്നെ അവിടുന്ന് മാറ്റുന്ന പ്രശ്നമില്ല. പോരെ? നേരം കിട്ടണ്ടേ ഉണ്ണി. എനിക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ല. പഠിക്കുന്ന കാലത്ത് നമ്മളെ തല്ലിയ പോലീസുകാരെ വിരട്ടി രസിക്കാവല്ലോ എന്ന് കരുതിയ ആഭ്യന്തരമന്ത്രി കസേര തന്നെ വേണമെന്ന് ഞാൻ കയറി നിർബന്ധിച്ചത്. അത് കുരിശായി അളിയാ, കുരിശായി. ഏതായാലും കെണിഞ്ഞു. എന്നാ പിന്നെ ആരക്കായി നോക്കാമെന്ന് ഞാനും കരുതി. എന്നെങ്കിലും ഒരു ഒഴിവ് കിട്ടിയാൽ ഞാൻ വരും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടി വേണം. എന്തെങ്കിലും മതി. വല്ല പൊതു കക്കൂസിന്റെ ഉദ്ഘാടനമായാലും മതി. വെക്കട്ടെ. രാജി, രാജി ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. നിന്നെ കാണാനല്ലേ ഞാൻ വന്നത്. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിയോ വേണ്ടേ? എന്നെ അത്രയ്ക്ക് പേടിയാണോ? പേടിക്കണ്ട, ഞാനൊരു പാവ. എന്നെ ഇഷ്ടമല്ലേ? വീട്ടിൽ ആണുങ്ങളില്ലാത്ത നേരത്ത് പോലീസേമാൻ എന്താടാ കാര്യം? അത് ഞാൻ നിങ്ങളെ കാണാനാ വന്നത്. പറയല, സത്യം പറയടാ, നീ ആരെ കാണാൻ വന്നത്? എത്ര നാളായടാ തൊഴിൽ തുടങ്ങിയിട്ട്? ഗോപി പ്ലീസ് വിട്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങളിങ്ങനെ എന്താ എന്താ വേളം? അമ്പടി കള്ളി ഉണ്ണിയെ തൊട്ടപ്പോ മിണ്ടാപ്പൂച്ചൊരു ഒച്ച പൊങ്ങി കേട്ടില്ലേ? അങ്ങനെയാടാ പെണ്ണുങ്ങള്. ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണി, ഇതിന് ചെലവ് ചെയ്യണം ഇന്ന് തന്നെ. ആഹാ, അത്രക്കായോ? രാമവാര്യ ഞാനൊന്ന് കാണട്ടെ. അച്ഛൻ വരുന്നുണ്ട്, കാര്യം പറയുന്നത് ഞാൻ വന്നത്. രാമവാര്യ വരുന്നോ? എപ്പോ? നാളെ.
അകത്തേക്ക് വരാമോ? വരാം. ഈ വാതിൽ ചാരുന്നതിൽ വിരോധമുണ്ടോ? കാരണവന്മാരുടെ കാലം തൊട്ടേ ഈ നാട്ടിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ തറവാട്ടിൽ വരാറാണ് പതിവ്. കാലം മാറി വരികയല്ലേ? അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഇരിക്കാം. അപ്പോ എന്നെ ഇരുത്താനുള്ള ഒരു ശ്രമമാണല്ലേ? മനസ്സിലായില്ല. അത് പ്രായത്തിന്റെ കുഴപ്പമാണ്. ഈ പ്രായത്തിൽ പലതും മനസ്സിലാവില്ല. വ്യക്തമായി കാര്യം പറഞ്ഞപ്പോളാ. എനിക്ക് വേറെ ജോലിയുണ്ട്. പറയാം. വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ എന്തിനും ഒരു തുടക്കം വേണ്ടേ? കാര്യം പറയൂ. കാരണവന്മാരുടെ കാലം തൊട്ട് ഞങ്ങൾ ഈ കരയിലെ ജന്മിമാരായിരുന്നു. ജന്മിത്വം അവസാനിപ്പിച്ച് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോ ഞങ്ങൾ കച്ചവടത്തിലേക്കും വ്യവസായത്തിലേക്കും കടന്നു. ഞാനായിട്ടാ അതെല്ലാം തുടങ്ങി വെച്ചത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പല ബിസിനസ്സും ചെയ്താണ് ഞാനും എന്റെ മക്കളും ജീവിക്കുന്നത്. തേങ്ങ, വെളിച്ചെണ്ണ, കൊപ്ര, കയറ്, പണയ വ്യാപാരം, അങ്ങനെ പലതും. കൂടാതെ നെൽകൃഷി. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഓ, നന്നായി. ഈ ബിസിനസ് എല്ലാം നേരാമണ്ണം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കൂടിയേ തീരൂ. അങ്ങനെ നിർബന്ധിക്കരുത്. വേണ്ട, ഞങ്ങളുടെ വഴി മുടക്കാതിരുന്നാ മതി. നക്കാപ്പിച്ച വാങ്ങിക്കുന്നവർ എരപ്പാളിയല്ല താൻ എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ എനിക്ക് തന്നോട് ബഹുമാനം. എന്താ തന്റെ ലക്ഷ്യം? പണമാണോ? ഉദ്യോഗക്കയറ്റമാണോ? അതോ ഇനി മറ്റു വല്ല വിഷയമുണ്ടോ? എന്ത് തന്നെ ആയാലും ഈ മാധവ പണിക്കർക്ക് നിഷ്പ്രയാസം സാധിച്ചു തരാവുന്നതേ ഉള്ളൂ. പറഞ്ഞോ? നിർത്തോ. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ ഇറക്കി വിടുന്നത് എന്റെ മര്യാദയ്ക്ക് ചേർന്നതല്ല. പക്ഷെ തന്നെ പോലത്തെ ഒരു ചെറ്റയോട് മര്യാദ ആവശ്യമില്ല. ഇറങ്ങിപ്പോളൂ. ഉടക്കാൻ നിൽക്കണ്ട ചെക്കനെ. ഏതവനായാലും എതിർക്കുന്നവനെ കായലി കെട്ടിത്താഴ്ത്തുന്ന പാരമ്പര്യം മേമന തറവാട്ടുകാർക്കുണ്ട്. അത് നിനക്ക് അറിഞ്ഞുകൂടാ. നന്നായി അറിയാമടോ. ഈ കായലിൽ മുങ്ങിത്തപ്പിയ താൻ കൊന്നു തള്ളിയവരുടെ കൂട്ടത്തിൽ ഒരു പാവം വാരസ്യരുടെ അസ്ഥികൂടവും കാണും. എന്റെ അമ്മയുടെ ഈ കായലോരത്ത് കൂടിയ താൻ തല്ലി ഒടിച്ച കാലും വലിച്ച് എന്നെയും കൊണ്ട് എന്റെ അച്ഛൻ ഓടിപ്പോയത്. തന്റെ പാരമ്പര്യം എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആരുണ്ടോ? അവൻ പറഞ്ഞത് ശരിയാണോ പണിക്കരെ? രാമവാര്യർ, താൻ എന്റെ പേര് മറന്നില്ല. ചത്തില്ലടോ പണിക്കരെ. ഞാൻ ചത്തില്ല. എനിക്ക് അങ്ങനെ അങ്ങ് ചാകാൻ പറ്റുമോ? പണ്ട് താൻ എന്നെ തല്ലി ഓടിച്ച വരമ്പിക്കൂടെ നാട്ടുകാര് മുഴുവൻ സാക്ഷി നിൽക്കെ തന്റെ കയ്യിൽ ആമം വെച്ച് എന്റെ മോൻ കൊണ്ടുപോകുന്ന എനിക്ക് കാണണം. അതിന് മാത്രമാണോ ഞാൻ ജീവിച്ചിരിക്കുന്നേ? ഇപ്പൊ എന്റെ ലക്ഷ്യം അങ്ങൊന്നിന് മനസ്സിലായി കാണുമല്ലോ. ബോട്ട് അടുപ്പിക്കടാ. രാമവാര്യരുടെ ഭാര്യയാണല്ലേ? വാരസ്യാർ. വാരില്ലായിരിക്കും. ഞാനിവിടെ അല്ല. ആര്? മാധവപ്പണി കത്തിയോ? വാരർ ഇവിടെ താമസമാക്കിയ പിന്നെ ഒന്ന് വരാനോ എല്ലാരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാനോ തരായില്ല. ശാരദയ്ക്ക് മനസ്സിലായില്ലോ? ഓ, മാധവപ്പണിക്കര്, മേമന മാധവപ്പണിക്കര്. ഈ കരയുടെ പകുതിയും ഇദ്ദേഹത്തിന്റെ വകയാണ്. ഏയ്, അത്രയൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ ഒരു ചെറിയ കൃഷിക്കാരൻ, അത്രേ ഉള്ളൂ. ആ കേട്ടോ വാരരെ, ഒരു അന്യനാട്ടിലാ വന്നു പെട്ടത് എന്നുള്ള വിചാരം വേണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം, മടിക്കണ്ട. ഭാര്യർക്ക് മാത്രമല്ല എല്ലാവർക്കും. അല്ല, ഇറങ്ങിയാൽ കയറിയിരുന്ന് ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം.
ഇപ്പൊ വേണ്ട, ഇനിയും വരാലോ. വിട്ടോളൂ. വാരില്ലേ? വന്നില്ലല്ലോ, വൈകുന്നേരമാവും. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം ഇങ്ങെടുത്താട്ടെ. പുറത്തിരിക്കുന്നത് ആരും കാണണ്ടാന്ന് കരുതി ഏറെ നാളായി മോഹിക്കുന്നു. ഇപ്പോഴാ ഒരു അവസരം കിട്ടിയത്. അച്ഛൻ എനിക്ക് ചായ പെൻസിൽ കൊണ്ടുവരുമോ? പിന്നെ ചായ പെൻസിൽ മാത്രം മതിയോ? പടം വരയ്ക്കാൻ ബുക്കും വേണ്ടേ? അതും വേണം. പക്ഷേ നല്ല കുട്ടിയായിട്ടിരിക്കണം. കൂട്ടുകാരോടൊന്നും വരയ്ക്കരുത്, വികൃതി കാട്ടി അമ്മയെ വിഷമിപ്പിക്കരുത്. ശരി അച്ഛാ. ശാരദ വേഗം ആട്ടെ, നേരം വൈകി. ഇന്നെന്താ ഒക്കെ പതുക്കെയാണല്ലോ. എന്താ നിനക്കൊരു വല്ലായ്യ? സുഖല്ലേ? ഒന്നുമില്ല. വാര്യരേ, ഏതായാലും കടവ് വരെ ഒരു കൂട്ടായല്ലോ. രാഹുൽ നേരം എവിടേക്കാ? കോട്ടയം വരെ ഒരു കല്യാണ നിശ്ചയമുണ്ട്. നാളെ തിരിച്ചു വരൂ. പണിക്കരെ, ദൈവത്തെ ഓർത്ത് എന്റെ ശാരദ എവിടെയോടൊന്ന് പറയൂ. എനിക്ക് അവളെ ജീവനോടെ തിരിച്ചു കിട്ടിയാ മതി. എനിക്കും എന്റെ മോനും അവള് മാത്രമേ ഉള്ളൂ. പണിക്കരെ, അവളെവിടെ? തന്റെ പെണ്ണും പിള്ള ആരുടെ കൂടെ ഇറങ്ങിപ്പോയെന്ന് എനിക്കെങ്ങനെ അറിയാം? താൻ പോയി തിരക്ക്. വേണമെങ്കിൽ 10 ആളെ കൂടെ വിട്ടുതരാം. പണിക്കരെ, നിങ്ങളും കൂട്ടരും ചേർന്നാണ് അവളെ പൊക്കിയെടുത്ത് ബോട്ടിലിട്ട് കൊണ്ടുപോയത്. ആണോ? എന്നിട്ട് അവൾ എവിടെയെന്നറിയാനാ ഞാൻ വന്നത്. അതറിഞ്ഞിട്ട് ഞാൻ പോവും. എന്നിട്ട് നിന്നെ ഞാൻ വിടൂ. കൊല്ലണോ ഞാൻ നിന്നെ? കൊല്ലും. അടിച്ചോടിക്കണം അവന്റെ കാല്. അവൻ ആരെയാ കൊല്ലാൻ പോകുന്നത് ഞാൻ ഒന്ന് കാണട്ടെ.
ചെക്കനെ കൊണ്ട് നീ നാട് വിട്ടില്ലെങ്കിൽ രണ്ടിനെ ഞാൻ കായലിൽ കെട്ടിതാക്കും. അന്ന് എന്റെ കാല് മാത്രമല്ല തകർന്നത്, ആത്മാഭിമാനം, മനസ്സ്, ജീവിതം എല്ലാം തകർന്നു പോയി മക്കളെ. അന്ന് മുതൽ ഈ ഊന്നുവടിയുടെ ഒറ്റ ബലത്തിലാ രാഘവൻ നായരെ ഇത്രയും ദൂരം നടന്നെത്തിയത്. അല്ല നിനക്കൊന്ന് പണിയില്ലേ വേഗ? രാഘവൻ തമ്പുരാൻ ആലപ്പുഴയ്ക്ക് പോയിരിക്ക. എനിത്തിരി വൈകി. എന്ത് പറ്റിന്റെ സയന്റിസ്റ്റേ? ഒന്നും പറയണ്ട എന്റെ പേങ്ങ. ആ. പോലീസുകാരെന്നെ ഇടിച്ച് ചതച്ച് സൂപ്പാക്കി. അതും പോരാഞ്ഞിട്ട് ആ കൊച്ചുപണിക്ക് എന്നെ തീരിട്ടാ പൊരിച്ചു. കോഴിനെ പൊരിക്കണേ അതില്. അയ്യോ കഷ്ടായി പോയി. എടോ, ദൈവത്തിന് നിരക്കാത്ത പണിക്ക് പോയാൽ ഇതാ ഫലം. മുട്ടിന് മുട്ടിന് തെങ്ങും തെങ്ങുമ അമൃത പോലത്തെ കള്ളുള്ള ഈ കുട്ടനാട്ടില് അട്ടയും പഴുതാരയും ഊമ്പലിട്ട് വാറ്റണ ബിസിനസ് കൊണ്ടുവന്ന തനിക്ക് ഇതിലപ്പുറം വന്നാലും ഒരു തരക്കേടും ഇല്ല. അത് പിന്നെ ചിലപ്പം പിള്ള ചേട്ടാ, ഏത് നാട്ടിൽ ചെന്നാലും അറിയാവുന്ന തൊഴിലല്ലേ മനുഷ്യന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പറഞ്ഞ ശരിയാ. ദുബായി ചെന്നാലും തൂമ്പെടുത്ത് കളിക്കാനേ ഈ പാങ്ങിന് പറ്റൂ. എന്നാ പിന്നെ തനിക്ക് തന്റെ നാട്ടിലേക്ക് പോകരുതോ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കാണ്ട്? എന്റെ നാട്ടില് എന്റെ സ്കോച്ച് കുടിച്ച പകുതി ആൾക്കാർക്ക് ഇപ്പൊ കണ്ണു കണ്ടുകൂടാ. തിരിച്ചാ ചെന്നാലും നാട്ടുകാർ എന്നെ മാറ്റിയിട്ട് വേറെ സ്കോച്ചാ ഉണ്ടാക്കും. പിള്ളച്ചേട്ടാ, ഹൈ, ഈ ഷാപ്പിൽ എനിക്ക് എന്തെങ്കിലും ഒരു പണി തരൂ. എന്തു പണി? ഇവിടെ നിന്റെ വാറ്റും പരീക്ഷണമൊന്നും നടക്കൂല. ദേ എന്റെ വായിൽ മണ്ണിടാൻ നോക്കല്ലേ. അയ്യോ, ഞാനിവിടെ ഒരു എക്സ്പെരിമെന്റും ചെയ്യില്ല. മേശ ഉടയ്ക്കാം, കള്ളെടുത്ത് കൊടുക്കാം, പാത്രം കഴുകാം, എന്തു വേണമെങ്കിലും ചെയ്യാം. തിന്നാൻ എന്തെങ്കിലും തന്നാ മതി. ഒരു ജാൻ വയറ് പഴിച്ചോണ കാര്യമല്ല ബ്രാ. ഇവിടെയാണ് പണിക്ക് ആളും ഇല്ല. ശരിയാ, വേറൊരാളെ കിട്ടുന്നവരിവിടെ നിക്കട്ടച്ചാ. ദേ വെളച്ചിലെടുത്താ തന്നെ ഞാൻ തീയിലല്ല എണ്ണയിലിട്ട് പൊരിക്കും. ഓ, കൃഷി ഇറക്കാൻ വേണ്ടി വർഷം തോറും മേമനപ്പണിക്കരോട് കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങി തൊലയേണ്ട കാര്യം നിങ്ങൾക്കില്ല. കൃഷിക്കാരെ സഹായിക്കാൻ സർക്കാരിനും ബാങ്കുകൾക്കും ഒട്ടേറെ പദ്ധതികളുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത് നിങ്ങളുടെ കുറ്റം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വരെ? നമ്മൾ ഒരു സഹകരണ സംഘം തുടങ്ങിയാൽ ന്യായമായ പലിശയ്ക്ക് കാർഷിക സഹകരണ ബാങ്ക് പണം കടം തരും. അതിനുവേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. അപ്പം വിളവ് വാങ്ങാൻ ആള് വേണ്ടേ? സഹകരണ സംഘം ഉണ്ടാക്കിയാൽ വിളവുകൾ സംഘം വഴി അഗ്രോ മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാങ്ങും. അങ്ങാടി നിലവാരം അനുസരിച്ചുള്ള ന്യായമായ വില അവർ തരികയും ചെയ്യും. വാര്യര് പറഞ്ഞത് ശരിയാ. ഇപ്പൊ നമ്മുടെ വിളവുകളൊക്കെ പാതി വിലക്കല്ലോ മേമനപ്പണിക്കർ കൊണ്ടുപോയി തിന്നുന്നത്. അതെ, അതിന് വേണ്ട. അപ്പൊ നമുക്കും തുടങ്ങാം ബ്രേ. എന്തോന്ന് കളഷാപ്പോ? സംഘം, സഹകരണ സംഘം. സഹകരണ സംഘം തുടങ്ങി പോലും. ഫു! എടാ, ഈ നാട്ടിൽ എത്രയോ സഹകരണ സംഘം തുടങ്ങിയിരിക്കുന്നു, മുടങ്ങിയിരിക്കുന്നു. യവന്മാരും തുടങ്ങട്ടടാ ഒരു സഹകരണ സംഘം. അതിന് നീ എന്തിനാടാ ഇത്ര പേടിക്കുന്നേ? അതല്ല അച്ഛാ, തേങ്ങയ്ക്കും നെല്ലിനൊക്കെ കൃഷിക്കാർക്ക് സംഘം മാർക്കറ്റ് വില കൊടുക്കുമെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളും ആ വില കൊടുത്തില്ലെങ്കിൽ കൃഷിക്കാരൻ നമുക്ക് തരാതെ സംഘത്തിന് കൊടുത്താലോ? എടാ കഴുതേ, നമ്മുടെ കാശ് കടം വാങ്ങിയല്ലേടാ ഈ നാട്ടിലെ ഭൂരിപക്ഷം കൃഷിക്കാരും കൃഷി ഇറക്കുന്നേ. അത് വീടാതെ എങ്ങനെയാടാ വിളവ് സംഘത്തിന് കൊടുക്കുന്നേ? ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അത് കളാ. ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കേട്ടു. ആര്, ചാണ്ടിക്കുഞ്ഞോ? ആ ചെറുക്കനോ? എടാ, അവൻ നമ്മുടെ പാർട്ടിയല്ലേടാ. അവൻ വരട്ടെ, ഉദ്ഘാടനം ചെയ്യട്ടെ. അതേ ചാണ്ടിക്കുഞ്ഞിനെ കൊണ്ട് തന്നെ ഞാനത് പൊളിപ്പിക്കുകയും ചെയ്യും. ആ SI വാര്യ ചെറുക്കന്റെ തൊപ്പി തെറിപ്പിക്കുകയും ചെയ്യും. നീ കണ്ടോ? ഇനി മുതൽ തേങ്ങ ഞങ്ങൾ മേമനക്കാർക്ക് തരില്ല പിള്ളച്ച. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പോണു? ചുട്ടു തിന്നാൻ പോവാ? ഞങ്ങൾ ഇനി വിളകളെല്ലാം ഞങ്ങളുടെ സംഘത്തിനെ കൊടുക്കൂ. സംഘം ഞങ്ങൾക്ക് അങ്ങാടി വില തരും. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങാടി വില തരും പോലും. എടോ, ആലപ്പുഴ അങ്ങാടിയിലെ വില നിശ്ചയിക്കുന്നത് മേമന പണിക്കരാ. അത് താൻ മുമ്പ് മനസ്സിലാക്കുക. ആലപ്പുഴ അങ്ങാടിയിൽ മാത്രമേ ഉള്ളൂ പണിക്കരുടെ ഭരണം. മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആവുമ്പോ പുറം രാജ്യങ്ങളിലും വെളിച്ചെണ്ണയും തേങ്ങയും വിൽക്കാൻ പിള്ളേച്ചാ. എടോ കിഴങ്ങൻ മാപ്പിളെ, തനിക്ക് വല്ല പ്രാന്തുണ്ടാ? സായിപ്പ്മാരെ എണ്ണ തേച്ച് കുളിക്കോ? ഇല്ല. കറിക്കരയ്ക്കോ? ഇല്ല. കടുക് വറുക്കോ? ഇല്ല. പപ്പടം പോലും കാച്ചില്ല. പിന്നെ എന്തിനാണോ അവർക്ക് ഈ കുട്ടനാട്ടിൽ കിടക്കുന്ന തേങ്ങ? പിള്ളേച്ചന്റെ തേങ്ങ കൂടി സംഘത്തിന് കൊടുക്ക്, അങ്ങാടി വില കിട്ടും. എന്റെ തേങ്ങയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പോടാ. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ ജീവിതത്തിൽ വിപ്ലവാത്മകമായ പരിവർത്തനം വരുത്താൻ പോകുന്ന കർഷക സംഘം ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ യുവനേതാവ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചാണ്ടിക്കുഞ്ഞ് നാളെ വൈകിട്ട് 4 മണിക്ക് ചാലക്കണ്ടം മൈതാനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. തദവസരത്തിൽ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ യുവനേതാവ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചാണ്ടിക്കുഞ്ഞ് നാളെ വൈകിട്ട് 4 മണിക്ക് ചാലക്കണ്ടം മൈതാനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അവന്റെ അമ്മയുടെ സംഘം
ഒക്കെ ആ ഭാര്യ ചെറുക്കന്റെയും തന്തയുടെയും പണിയാ. ആഭ്യന്തരമന്ത്രി വരട്ടെ. തെരഞ്ഞെടുപ്പ് കാലത്ത് അവന്റെ പാർട്ടിക്ക് പണം കെട്ടുകെട്ടായിട്ട് എണ്ണിക്കൊടുത്തിട്ടുള്ളവനാ ഞാൻ. നോക്കട്ടെ എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന്. ഞാൻ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് രാഘവൻ നായർ. ഇത് ഞങ്ങളുടെ ഉപദേഷ്ടാവ് രാമവാര്യർ. നമസ്കാരം. നമസ്കാരം. ഞാൻ മേമന മാധവ പണിക്കർ. കേട്ടിട്ടുണ്ട്. ഇതെന്റെ മകൻ ദിനേശ്. ഇതവന്റെ ഭാര്യ. ഇതെന്റെ ഇളയ മകൻ രമേശ്. എന്നാ നമുക്ക് നീങ്ങാം. ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട നാട്ടുകാർ, സോഷ്യലിസത്തിലേക്കുള്ള നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് സഹകരണ സംഘങ്ങൾ. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ ഈ ഗവൺമെന്റും ഞാനും എന്റെ പാർട്ടിയും പ്രതിജ്ഞാബദ്ധരാണ്. ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ എന്നും എവിടെയും എതിർക്കുകയും അവയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുള്ളത് ജന്മി മുതലാളി പിന്തിരിപ്പൻ ബൂർഷ്വാ സാമ്രാജ്യത്വ ശക്തികളാണ്. എന്നാൽ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനും ജന്മിയുമായ മേമന രാഘവ പണിക്കർ, മാധവ പണിക്കർ ഈ സഹകരണ സംഘത്തിന്റെ അഭ്യുദയകാംക്ഷിയും ഉപദേഷ്ടാവുമായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അത് തികച്ചും ആഹ്ലാദകരമാണ്. ഈ കർഷക സഹകരണ സംഘം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ ഏത് മന്ത്രിമാരും ഇവിടെ വന്നാലും മാധവ പണിക്കർ സാറിന്റെ വീട്ടിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറ് പതിവ്. അതുകൊണ്ടാണ് നേരത്തെ വിവരം അറിയിക്കാത്തത്. പിന്നെ ചാണ്ടിക്കുഞ്ഞ് ആഭ്യന്തരമന്ത്രിയായ ശേഷം ആദ്യമായിട്ട് ഈ നാട്ടിൽ വരികയല്ലേ. അപ്പൊ എന്റെ വീട്ടിലേ വരികയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാ. അയ്യോ, എന്റെ പണിക്കർ സാറേ, സത്യം പറയാമല്ലോ, സാറിനെ പോലെ വലിയ തിരക്കുള്ള ഒരു മുതലാളി എന്നെ പോലെ വെറും ഒരു ജനകീയ മന്ത്രിയെ സ്വീകരിക്കാനും വിരുന്നൊരുക്കാനും ഒക്കെ നേരം കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ സാറിന്റെ വീട്ടിലെ വിരുന്നാവുമ്പോ തീറ്റപ്രിയനായ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ലെന്ന് പാർട്ടി സെക്രട്ടറിക്ക് അറിയാമല്ലോ. എന്റെ പണിക്കർ സാറേ, ഇത് എന്റെ ഒരു സെന്റിമെന്റ്സിന്റെ പ്രശ്നമാണ്. ദേ, ഇവനും ഞാനും ഈ ഹരിദാസും 5 കൊല്ലം ഒരേ ബെഞ്ചിൽ നിന്ന് പഠിക്കുകയും ഒരേ മുറിയിൽ താമസിക്കുകയും ചെയ്തവരാ. പഴയ തമാശകളൊക്കെ പറഞ്ഞ് ഇന്ന് ഇവന്റെ കൂടെ ഇരുന്ന് ഇത്തിരി ഉണ്ണുക എന്നുള്ളത് എന്റെ ഒരു വികാരമാണ്. സാർ എതിര് പറയരുത്. ഇനിയൊരിക്കൽ പണിക്കർ സാറിന്റെ വീട്ടിൽ നിന്ന് വിരുന്നുണ്ണാൻ മാത്രമായിട്ട് വരാം. ആഭ്യന്തരമന്ത്രി ഒരു സബ് ഇൻസ്പെക്ടറുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ അതിലൊരു പ്രോട്ടോകോളിന്റെ പ്രശ്നമില്ലേ? ഉണ്ടോ? ആഭ്യന്തരമന്ത്രി ആവുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിലെ ചോറ് ഞാൻ കുറെ ഉണ്ടിട്ടുള്ളതാ. ഇനി ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ഇവന്റെ വീട്ടിലെ ചോറ് ഇറങ്ങാതിരിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യം തകരുന്നെങ്കിൽ അതങ്ങോട്ട് തകരട്ടുള്ളൂ സെക്രട്ടറി. ഒരമ്മയുടെ പിണ്ടവുമാണ് ഇവിടെ. അളയോ, നീ കാക്കിയും തൊപ്പിയൊക്കെ ഇട്ട് പൊരിയണ വെയിലത്ത് എനിക്ക് സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മുടെ ആ ശ്രീദേവിയും ലിസിക്കുട്ടിയും ഉഷയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. അത് നിന്നെ ഞാൻ എവിടെങ്കിലും ഇട്ട് പൂട്ടും. നീ ഇപ്പോഴും പഴയ കള്ള രാഷ്ട്രീയക്കാരൻ തന്നെ. അവന്റെ ഒരു ഒടുക്കത്തെ വാചകവും ആളമയക്കുന്ന ചിരിയും. ഊണ് കാലായി, എണീറ്റ് കൈകഴുകി വരിക. പെട്ടെന്ന് അങ്ങനെ ഊണിലേക്ക് പ്രവേശിച്ചാലോ? ഇത് കുട്ടനാടല്ലയോ? നീ ഇങ്ങോട്ട് വന്ന്. ഞാൻ ഇങ്ങോട്ട് വന്നതേ മനസ്സറിഞ്ഞ് കുറച്ച് നല്ല തെങ്ങും കള്ള് കുടിക്കാമല്ലോ എന്ന് കരുതിയാ. കള്ളില്ലാതെ എന്ത് സഹകരണ സംഘമാടാ പുല്ലേ. അയ്യോ കള്ളോ, നീ വെറുതെ ചളവാക്കരുത്. വന്ന് ഭക്ഷണം കഴിച്ച്. വേണ്ട, പണ്ടേ നീ 2 അടിച്ച ആകെ അലമ്പ. അലമ്പാക്കില്ല, നീ കുറച്ച് കള്ള് സംഘടിപ്പിക്കളയാ. ഇതെന്റെ ഒരു ആഗ്രഹമല്ലേടാ. തേങ്ങ കള്ള് കുടത്തില്
കുടത്തിലെ കെട്ടി കുപ്പി ആ, എനിക്കല്ല ഏ? മന്ത്രിക്ക്. അയ്യോ, അമ്പ്രാ, സമയമില്ല. കഴിയില്ല, അമ്പ്രാ, ഒത്തു പോ. ചാണ്ടിക്കുഞ്ഞ്, കഴിഞ്ഞ തവണ കണ്ടപ്പോഴും നിന്റെ അമ്മച്ചി എന്നോട് ഒത്തിരി പരിഭവം പറഞ്ഞു, കരഞ്ഞു. അവരുടെ കണ്ണടയും മുമ്പേ നീ ഒരു പെണ്ണ് കെട്ടി കാണുന്നവർക്ക് ആഗ്രഹമുണ്ട്. മന്ത്രിയായില്ലടാ, ഇനി എന്തിനാ വഹിക്കുന്നത്? വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തമാശയാക്കി ചിരിച്ചേനെ. പക്ഷെ എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് നോന്നടാ. ചാണ്ടിക്കുഞ്ഞ്, ഇന്നലെ ഇന്ന് മറ്റൊരാളുടെ ഭാര്യ, അവളെ നീ മറന്നേ പറ്റൂ. എടാ, അവക്ക് വേണ്ടി തൊലയ്ക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഉണ്ണി, പ്ലീസ്. ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമേ ചാണ്ടിക്കുഞ്ഞിന് ദൈവം തന്നുള്ളൂ മോനെ. മറ്റൊരു സ്ത്രീയെ വയ്യ, കഴിയില്ല. ഞാൻ ജനസേവകനല്ലേടാ. ജനസേവകന് ഭാര്യയും കുടുംബവും ഭാരവാ. ചോദിച്ചാൽ ലോകത്തോട് മുഴുവൻ പറയാൻ മനോഹരമായൊരു വാചകം കയ്യിലുണ്ടടാ. മാരീഡ് ടു പബ്ലിക് ലൈഫ്. പോകാൻ പറയടാ. വേഗം കൃത്യസമയത്ത് തന്നെ വന്നു. ഓ, ഹാ, ഒരു ഗ്ലാസ് ആയിട്ട് എങ്ങനെയാ? പോയി ഒന്നുകൂടെ കൊണ്ടുപോവാ. അത് ആ, ആ, ആ. പിന്നെ ഞാൻ കഴിക്കില്ലട്ടോ. ഒന്നാമത് ഡ്യൂട്ടി സമയ, പിന്നെ അച്ഛനുണ്ട്. നീ കഴിക്കണ്ടോ, എനിക്ക് വേറെ കമ്പനി ഉണ്ട്. ആ, ഇപ്പൊ എങ്ങനെ പിടിച്ചാ? ആ, കഴിച്ചോ, നമുക്കൊന്നിച്ച് കഴിക്കാം. അയ്യോ, അമ്പ്രാ, ആ, ഞാനല്ലേ പറയുന്നത്. അയ്യോ, അമ്പ്രാ, അത് ഹാ, വാ. കഴി. ഉം, ഉം. ഒരു കുഴപ്പമില്ല, ഓ, ഓ. നമ്മൾ തമ്മിൽ എന്താ അന്തരം? ആ, കഴി, അങ്ങനെ കഴി. വന്ന് അമ്പ്രാ, ഏ, വന്ന്. ആരെടാ വന്നത്? വിപ്ലവം തമ്പ്രാ, ആര്? വിപ്ലവം. മന്ത്രി തമ്പ്രാൻ ബലം ബാങ്ങനെ കള്ളൊഴിച്ചു വന്ന് രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച് വിപ്ലവം വന്ന അമ്പ്രാ, വിപ്ലവം. ഏ? എന്താ എന്താ പായസം എടുക്കാൻ മറന്നു. ചേ, കഷ്ടമായി പോയല്ലോ. ഊണ് കഴിഞ്ഞപ്പോഴാണ് പായസം കൊണ്ടിരുന്നത്. ചേടാ, മറന്നു വെച്ച സാധനം ഞാൻ കൊണ്ടുവന്ന് തരാന്ന് വെച്ചപ്പോ നീ കേട്ടില്ലേ, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല. അതല്ല, ഊണ് കഴിഞ്ഞ് ഇനിയിപ്പോ. അത് സാരില്ല, ഗ്ലാസ്സിൽ കൊടുത്താ മതി. ഞാൻ ഉണ്ടാക്കിയതാ. ആഹാ, കൊള്ളാമല്ലോ. മധുരൊക്കെ ശരിക്കുണ്ടോ? ചള ആക്കോടി പെണ്ണേ. കുടിച്ചു നോക്കിയാൽ അറിയും. നീ ഇത്തിരി കയ്യിലൊഴിച്ചേ. കൈ നീട്ടു. ആ, എന്റെ കയ്യിലല്ല, നിന്റെ കയ്യില്. എന്തിനാ? ഒഴിക്കടി പെണ്ണേ. ഉം. നല്ല സ്വാദ്. പായസത്തിന് മാത്രല്ല, കഴിക്കും. ആരാ അവിടെ പഞ്ചാര അടിക്കും? അല്ല, നിക്കണ അവിടെ, അവിടെ നിൽക്കാൻ. ഇങ്ങോട്ട് മാറി നിൽക്കാൻ, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. സത്യം പറയടാ, എത്ര നാളായി തുടങ്ങിയിട്ട്? അല്ല, അത് ഞാൻ ഒന്നും പറയണ്ട. ക്രമസമാധാന നില തകർക്കുന്ന യാതൊന്നും ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്തുള്ള ഈ നാട്ടിൽ ഞാൻ അനുവദിക്കില്ല. ഉണ്ണിടച്ച, അയ്യോ, രാഘവട്ടാ, രവി, എന്താ ഇവിടെ? എന്താ എന്താ ചാണ്ടിക്കുഞ്ഞെ? ദേ, രണ്ടിനെയും തൊണ്ടി സഹിതം ഞാൻ പിടിച്ചിരിക്കുകയാണ്. ശിക്ഷയും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഞാൻ തന്നെ വിധിച്ചേക്കാം. രണ്ടിന്റെയും കല്യാണം ഉടനെ നടത്തണം. ഇനി ഇത് വെച്ച് താമസിപ്പിച്ചൂടാ. എന്താ, ആർക്കെങ്കിലും പരാതിയുണ്ടോ? എത്രത്തോളം പോകുന്ന ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു. എങ്കിലും ഇനി വൈകിച്ചൂടാ. ഹരിദാസേ, ഡയറി നോക്ക്. അടുത്ത മാസം ചാണ്ടിക്കുഞ്ഞിന് ഒഴിവുള്ള ദിവസങ്ങൾ പറ. അതിന് ഡയറി നോക്കേണ്ട കാര്യമില്ല. 12, 24, 30 അത് മാത്രമേ ഉള്ളൂ. ഉണ്ണിയടച്ച, അടുത്ത മാസം 12, 24, 30 ഈ തീയതികളിൽ നല്ല ഒരു ദിവസം നോക്കി കല്യാണം നിശ്ചയിച്ചോ. 100 വട്ടം സമ്മതം. എന്താ രാഘവൻ നേരെ? നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുന്നല്ലേ വാര്യരെ. ഞങ്ങൾ പെണ്ണു വീട്ടുകാരിതാ വാക്ക് തരുന്നു. എന്താ പെങ്ങ? ഓ, എന്നാലും എടോ കൊച്ചേ, താൻ നിസാര പുള്ളിയൊന്നുമല്ല കേട്ടോ. തല SI തന്നെ കസ്റ്റഡിയിൽ എടുത്തു കളഞ്ഞല്ലോ. പിന്നൊരു കാര്യം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉശിരുള്ള ചുരുക്കം ആൺകുട്ടികൾ ഒരുത്തനാ ഇവൻ. ഇവനെ ഞാൻ നിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക. അതിങ്ങിതാ ഗോപി. അതിപ്പോ നീ നോക്കണം, ഞാൻ പിന്നെ പറയാം. നീ നോക്കണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഗോപി, തുറക്കരുത്. ഗോപി, ഗോപി, ഞാൻ പറയുന്നത് കേക്ക്. ഗോപി, തുറക്കരുത്. ഗോപി, ഗോപി. വളയാ? ആർക്കട?
സത്യം പറ, ആർക്കാ? രാധയ്ക്ക്. രാധ? ഏത് രാധ? നമ്മുടെ ചെല്ലപ്പൻ പിള്ളേരെ. എന്റെ രാധയ്ക്ക് നീ വളം മേടിച്ചു കൊടുക്കാറായോ? നിന്റെ രാധ? എടോ അതൊക്കെ നടക്കണ്ട അച്ഛാ. ഇത് നോക്കി തമ്പ്ര, ഇന്ന് കാലത്ത് തുടങ്ങിയ കുടിയാ. ഇന്നലെ പാതിരക്ക പെരെ കയറി വന്ന് നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേ. കള്ളിന്റെ ഗുണം രവിക്കുഞ്ഞിനും ഗോപിക്കുഞ്ഞിനും നന്നായി അറിയാൻ വേണ്ടി. തമ്പ്ര, ഏന്റെ മോളെ കല്യാണം വരാൻ പോണ്. ചേർത്തലേ എന്നൊരു ചെറുക്കന്റെ ആലോചന ഒത്തു വന്നേക്കണ്. ഏന്റെ പൊന്നും മോളെ കല്യാണം ഏൻ കസറും തമ്പ്ര തെങ്ങ പാട്ട് വെപ്പിക്കും. അന്ന് പേങ്ങന്റെ കുളി കള്ളിലായിരിക്കും. തമ്പ്ര നോക്കിക്കോ. അതിനിപ്പോഴേ കള്ളി കുളി തുടങ്ങണോ? കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മോളെ. കള്ളോളം നല്ലൊരു വസ്തു തനതന്ത താനകതിന്നോ തനതന്ത താനേടി താനേ. ഇനിയും വേണാവോ? ആ, ഒരു ഉപ്പയോടെ കൊണ്ടുവാ. എനിക്ക് മതി മതി, ഇനി ആർക്കും കളില്ല. കുടിച്ച് ചാവാൻ പോകുന്ന രണ്ടും കൂടെ. സത്യം പറ രവിച്ചേട്ടാ, എന്തിനാ നിങ്ങൾ തമ്മിൽ പിണങ്ങിയത്? അതെ, അവൻ അസൂയയാ. എന്തിന്? നീ എന്റേതാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന്റെ അസൂയ. നിനക്ക് എന്നെ ഇഷ്ടമെന്ന് എനിക്കറിയാം, അത് അവന് സഹിക്കുന്നില്ല. ഓകൃതം പറയുന്നതാ. ഇവിടെ എന്റെ വേണ ഇത് കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നു. വിട്ടില്ലെങ്കിൽ അയ്യോ വേണ്ട വേണ്ട രവിച്ചേട്ടാ, വേണ്ട. അയ്യോ വേഗം ഞാൻ ഇപ്പൊ ചോദിച്ചേട്ടനെ വിളിച്ചോണ്ട് വാ. സാറേ സാറേ, അവിടെ ഭയങ്കര അടി നടക്കണ്. എവിടെ? എന്തത്? കള്ളു വയറ്റി ചെന്ന ഭ്രാന്തളകോ? ഒരു പെണ്ണിന്റെ പേര് തല്ലുകൂടാൻ നിങ്ങൾക്ക് നാണമില്ലടാ. കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവളോട് ഇഷ്ടം കാണും, എന്നാൽ അവക്കാരോടാണ് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് അറിയാമോ? അക്കാര്യം നിങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടോ? നീ ചോദിച്ചിട്ടുണ്ടോടാ? ഇല്ല. നീയോ? ഇല്ല. പിന്നെ നിങ്ങൾ മാത്രം തമ്മി പറഞ്ഞ് എന്തിനാടാ ഈ പിണക്കവും തല്ലും? ആദ്യം അവളോട് ചോദിക്ക്, നിങ്ങളിൽ ആരോടാണ് അവക്ക് ഇഷ്ടം? രാധയ്ക്ക് ഗോപിയോടാണ് ഇഷ്ടമെങ്കിൽ രവി ഒഴിഞ്ഞു മാറണം, മറിച്ചാണെങ്കിൽ നീയും. അതല്ല, ഇനി നിങ്ങൾ രണ്ടുപേരെയും അവക്ക് ഇഷ്ടമല്ലെങ്കിൽ അവക്ക് ഇഷ്ടമുള്ള ഒരാൾ അവള് കല്യാണം കഴിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് കഴിയാലോ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റി. രവി നല്ലവനാ, സ്നേഹമുള്ളവനാ, എന്നേക്കാൾ നിനക്ക് ചേർന്നവനാ. എന്റെ ചീത്ത മനസ്സ് വേണ്ടാത്ത എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടി. രാധ എന്നോട് പൊറുക്കണം.
ഗോപിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ മോഹിക്കില്ല എന്റെ രാധേ. നിനക്കറിയാലോ, ഞങ്ങൾ ഒരമ്മ പറ്റ മക്കളെ പോലെ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാവാൻ മടിക്കാത്തവനവൻ. അവന്റെ മനസ്സ് തങ്കമാ, തനി തങ്കം. ഗോപി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. ഞാനിങ്ങനെ വെറുതെ കള്ളും കുടിച്ച് അലമ്പായി തുറന്നു പറയില്ലാതെ, നിനക്ക് ആരോടാണ് ഇഷ്ടം? ഗോപിയോടാണോ രവിയോടാണോ? ഗോപിച്ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടം. ഗോപിച്ചേട്ടൻ എനിക്ക് സ്വന്തം ആങ്ങളെ പോലെ. അപ്പൊ രവിയോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. വേണ്ടുണ്ണി, ഗോപിയെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. എടാ, ഞാനൊരു മണ്ടൻ. വെറുതെ എന്തൊക്കെയോ വിചാരിച്ചു എന്ന് കരുതി ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പെണ്ണിനെ പെങ്ങളായിട്ടും സ്നേഹിക്കാവടാ. രാധ ഇന്നു മുതൽ എന്റെ പെങ്ങളാ. ഉണ്ണി, ഞാൻ ഇവരുടെ കാര്യം ഇന്ന് തന്നെ അച്ഛനോട് പറയും. നമുക്കത് പെട്ടെന്ന് ഉറപ്പിക്കണം. ചെല്ലപ്പൻ പിള്ളയോട് ഞാൻ പറയാം. കേട്ടോ രാഘവൻ നായരെ, ഇവക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. ഏതായാലും ചേട്ടന്റെ സങ്കടം തീർന്നല്ലോ. നല്ല പട്ട് പോലത്തെ സ്വഭാവമുള്ള ഒരു ചെറുക്കനല്ലേ മരുമോനായിട്ട് കിട്ടിയത്. ചെലവമ്പിള്ള ചേട്ടാ, ഉണ്ണിയുടെയും രാജിയുടെയും കല്യാണം കഴിഞ്ഞ് ധനു പകുതിക്ക് മുമ്പ് നമുക്ക് ഇതങ്ങ് നടത്താം. ഒക്കെ രാഘവൻ നായരുടെ ഇഷ്ടം പോലെ. എന്താ ഗോപി? ഹേയ്, ഒന്നുമില്ല. മീൻകറിക്ക് വല്ലാത്ത എരിവ. എന്താടാ പെങ്ങ? എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചമ്പ്ര. ചേർത്തലേന്നാ ചെറുക്കൻ. നന്നായി. എന്റെ കുടികെടുപ്പ് 10 സെന്റ് സ്ഥലോ ശ്രീധനായിട്ട് കൊടുക്കാന്നാ കരാറ്. അതിന്റെ ആധാരം ഇവിടെ പണയത്തിലാ. അത് ഏത് വിട്ടു കിട്ടണം. പണതാമ്പ്ര. എത്രയുണ്ട് ഇത്? 1000 റുപ്യ. പലിശ സഹിതം 3000 രൂപ എന്നല്ലേ ഇന്നാളെ ഒരു ദിവസം നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്? ആകെ 500 റുപ്യോ ഞാൻ കടമായിട്ട് പറ്റിയിട്ടുള്ളൂ. അതിന്റെ ഇരട്ടി ഞാൻ പണിയെടുത്ത് വീട്ടിയിട്ടും ഉണ്ട്. ഈ പണം തന്നെ ഇരട്ടിയാ. ഇനി ഏൻ വിചാരിച്ചാ നടക്കൂല. ഏന്റെ പണയം വിട്ടുതാ, ഇല്ലെങ്കിൽ ഏന്റെ മോളെ കല്യാണം നടക്കൂല അമ്പ്ര. നീ ആള് വലിയ തമാശക്കാരനാണല്ലോടാ. എടാ, ഈ കാശ് പണയം എന്നൊക്കെ പറഞ്ഞാ അതിന് ചില നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ട്. നീ പോയി ഒരു 2000 രൂപ ഇവിടെ ഇങ്ങ് കൊണ്ടുപോവാ. അയ്യോ, പണയം വിട്ടു തരുന്ന കാര്യം അപ്പ ആലോചിക്കാം. 2000 രൂപയും കൂടി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാണ് അമ്പ്ര? അമ്പ്ര, എന്റെ മോളെ കല്യാണം മുടങ്ങിയ ഏനി ഉമ്മർത്തൊന്ന് കെട്ടി തൂക്കിച്ചെത്താണ്. തേങ്ങ ഇത് മോക്ക് കൊടുക്ക കല്യാണത്തിന്. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി വിറ്റ് ഇവിടുത്തെ കടം തീർക്ക്. എന്റെ മനസ്സിനൊരാലസ്യം. നിക്കടിവിടെ. താറാവിന് ആരെങ്കിലും കറി വെച്ചു. അമ്മോ, അമ്മോ,
ഓടി വരണേ. എടോ, എടോ, ദ്രോഹി. വിടാ. നിന്നെ ഞാൻ. അയ്യോ, ഓടി വരണേ. എടാ ദ്രോഹി, എടാ ഞാനാ പറയുന്നത് വിട്. തേങ്ങ ഇവന്റെ കഴുത്തുന്നേനായി ഏനൊരു കിടാത്തിന്റെ മേത്ത് ഈ കുറിപ്പ് കൈവെക്ക്. തേങ്ങ ഞാനാ പറയുന്നത് അരുവാണെങ്കിൽ തരാൻ. ഏൻ പിന്നെ എന്ത് ചെയ്യണം നമ്മ? ഏന്റെ മോളെ മാനം കാക്കാൻ ഈ അരിവാളല്ലാതെ എന്തുണ്ട് നമ്മ? എന്നാൽ അങ്ങോട്ട് അരി ഇവനെ മാത്രമല്ല ഇവളെയും കൂടെ അരിയെ അപ്പൊ ശരിയാവും നിന്റെ മാനം. എന്റെ മോക്കന് എന്ത് ഗതി നീ നമ്മ? വല്ല അതിക്രമവും കാണിച്ച് ജയിലിൽ കയറി ഇവക്കെന്താടാ ഒരു ഗതി? രാഘവൻ നായർ പറഞ്ഞാൽ ശരി, നീ വെറുതെ കിടന്ന് തുള്ളിയിട്ടെന്താ കാര്യം? നിന്റെ മോടെ മാനം പോയ എനിക്ക് ദണ്ണമൊന്നുമില്ല. തമ്പ്രാനും പണിക്കാരനുമായിട്ടാണോടാ പേങ്ങ ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? എത്ര നേരം എന്ന് വെച്ചാ ഈ ചക്കനെ ഇങ്ങനെ കെട്ടിയിരുന്നത്? ഭഗവാനെ, ആ മാധവ പണിക്കർ അറിയുമ്പോ ഇവിടെ എന്തൊക്കെ നടക്കുകയാവും? പേടിയുള്ള ഒരു പെരേ കയറി ഇരുന്നോണം. മാധവ പണിക്കർ ഇവിടെ വന്ന് എന്റെ പേങ്ങനോട് സമാധാനം പറയാതെ ഒറ്റ ഒരുത്തനും ഇവനെ അഴിച്ചുവിടാൻ പോകുന്നില്ല. ഞാൻ നല്ലതിനു വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഒരൊറ്റ ഒരുത്തി അതിനെല്ലാത്തിനും കാരണം. വെറുതെ കിടന്ന് വിളിച്ചു കൂവി അസത്ത്. ആഹാ, അമ്മുന് പകരം എന്നെ ആയിരുന്നെങ്കിലോ? അപ്പോഴും അച്ഛൻ ഇത് തന്നെ ആയിരിക്കും പറയാ. ഇവനെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾ പെണ്ണുങ്ങൾക്കേ അറിയൂ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാതെ ഇവനെ ഇവിടുന്ന് വിടരുത്. ഓലവലാതി. ഇതാ വരുന്നുണ്ട്. എന്താടാ ഇത്? അഴിക്കടാ. എടാ ആനങ്ങി പോരുത്. രാഘവൻ നായർക്ക് എന്താ വേണ്ടത്? മേമന കൊച്ചുപണിക്കരിന് ഇതുപോലൊരു പെങ്കൊച്ചിനെ നശിപ്പിക്കരുത്. ഇവിടെ കണ്ണീരിനൊരു പരിഹാരം കാണണം. ഇതിനൊക്കെ ഇപ്പോ പരിഹാരം കാണണമെന്ന് പറഞ്ഞാ? നിങ്ങളുടെ മോനവളെ കെട്ടണമെന്ന്. ഓഹോ, പിന്നല്ലാതെ കല്യാണം ഉറപ്പിച്ച പെണ്ണായിരുന്നു. ഇനി ഇവിടെ വേറെ ആര് കെട്ടും? എന്താടി പറഞ്ഞേ? എന്റെ മോനാ? എന്റെ തറവാട്ടിലേക്ക് പൊലച്ചി പെണ്ണോ? പൊലച്ചിപ്പെണ്ണിനെ നിങ്ങളുടെ മോന് പിഴപ്പിക്കാമെങ്കിൽ അവളെ പൊറപ്പിക്കുകയും ചെയ്യാം. അമ്മോനെ ഇവൻ തന്നെ കെട്ടണം. അവക്കുണ്ട് മാനം. അത് നിങ്ങളുടെ മോന് ചവിട്ടി തേച്ച് കളയാനുള്ളതല്ല. അതെ അതെ, രാധ പറഞ്ഞ ശരി. എന്റെ മകൻ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതിപ്പോ പരിഹാരമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാ നമുക്ക് സംസാരിക്കാം. ഏതായാലും ഇപ്പൊ ഇവനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നതല്ലേ രാഘവൻ നേരെ നല്ലത്? ഇവളുടെ കാര്യം തീരുമാനിക്കാതെ അച്ഛനും മോനും ഇവിടുന്ന് ഒരടി പോലും നീങ്ങില്ല. രാഘവൻ നായർ പറയുന്നത് ന്യായം തന്നെ. എന്റെ മകന്റെ വിധി അതായിരിക്കും. ഏതായാലും ഇവനിവളെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഈ പണി കാണിച്ചത്. ഇനിയിപ്പോ ജാതിയും മതമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്കവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം. എന്താ പോരെ? ആ അഴിക്കടാ. എടാ, കക്കാൻ പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. ആയ കാലത്ത് ഞാൻ പൊക്കാത്ത ചെറ്റ ഒന്നും ഈ കരയിലില്ലടാ. പക്ഷെ ഇതുപോലെ മാനം കെട്ട പണിക്ക് ആപ്പിലാകേണ്ടി വന്നിട്ടില്ല. ഏതായാലും വന്നത് വന്നു, നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛന്റെ പൊന്നു പോളെ, മോളെ, പൊന്നു മോളെ.
സമ്പ്ര പേങ്ങനോ? നിന്റെ മോള് കായലി ചാടി ചത്തു അല്ലേ? കഷ്ടമായി പോയി. ഏനിതിവിടെ തരാൻ വന്നത്. ഇത് ദിനേശന്റെ കഴുത്തിലെ പുലുനഖമല്ലേ? അതെ സമ്പ്ര. ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? എന്റെ മോളെ ചമത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് സമ്പ്ര. ഇറങ്ങി പോട്ടാ. ഒറ്റ മോളായിരുന്നു സമ്പ്ര. തള്ള വസൂരി പിടിച്ച് ചത്ത പിന്നെ എടുത്തോളും വലത്തോളും മാറി മാറിയാണ് ഞാൻ വളർത്തിയത് സമ്പ്ര. എടാ പരമദ്രോഹി, 4000 പറ മടം മുറിഞ്ഞപ്പോ ഏന്റെ അച്ഛൻ കണ്ടം പലിയൻ തിമിർക്കുന്ന വെള്ളത്തിൽ എടുത്ത് ചാടി ഉയിര് കൊടുത്താ മട ഉറപ്പിച്ചത്. അന്ന് ആ മട ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഈ തലവാടുണ്ടോടാ? നീ ഉണ്ടോടാ? ആ മട എന്റെ അടി കുഴിച്ചു നോക്കിയ ഇപ്പോഴും കാണും എന്റെ അച്ഛന്റെ എല്ലും കൂട്. ആ എന്നോട് തന്നെ നീ ഇത് ചെയ്തല്ലോടാ. നിന്റെ തലയിൽ ഇടിവിട്ട് കൊള്ളട്ടടാ. നീയും നിന്റെ മക്കളും നശിച്ചെരിഞ്ഞ് കരിഞ്ചാമ്പലടിച്ചു പോട്ടെ. ചോദിക്കാൻ ആരുമില്ലാത്ത പേങ്ങന്റെ മോൾ അമ്മു കായലിൽ താനെ ചാടി ചത്തതല്ല. ആണെന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അത് ഈ നാട്ടുകാരും വിശ്വസിക്കാനും പോണില്ല. അവളെ കൊന്നതാരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എല്ലാവർക്കും നന്നായി അറിയാം. അതറിയാത്ത ഒരേ ഒരു വർഗ്ഗം ഇവിടുത്തെ പോലീസുകാരാണ്. നീ അടക്കം സൂക്ഷിച്ച് സംസാരിക്കണം. ഓടാ. ഒന്നുകിൽ മേമനക്കാരെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ നക്കാപ്പിച്ച മേടിച്ചിട്ട്. രണ്ടിനായാലും സ്വന്തം നട്ടല് പണയം വെച്ച നിന്റെ കൂട്ടുകാരെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണമാണെന്നടാ. ഒരിക്കൽ കൂടി അത് പറയരുത്. പറഞ്ഞാൽ പറയരുത്. എടാ, മേമനക്കാരെ തളയ്ക്കാൻ വ്രതമെടുത്ത് ജീവിക്കുന്നവനാ ഞാൻ. ഒരു സൂചി പഴുതുപോലെ ഞാൻ വിടില്ല. നിങ്ങൾക്കറിയോ, ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഞാൻ വിളക്കൊളുത്താറുള്ളത് ഈശ്വരന്മാരുടെ ചിത്രത്തിന് മുമ്പിലല്ല, മാധവ പണിക്കരി കായലിൽ മുക്കിക്കൊന്ന എന്റെ അമ്മയുടെ ചിത്രത്തിന് മുമ്പിലാ. അയാളെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിക്കുമെന്ന പ്രതിജ്ഞ മുതുക്കിയിട്ട് ഞാൻ ഓരോ ദിവസവും ആരംഭിക്കാറ്. നിങ്ങൾക്കറിയോ, ഈ കാക്കി ഞാൻ ഇട്ടത് ഇതിനകത്ത് ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം തെറ്റിനെ തെറ്റെന്ന് വിളിക്കാനും അടിച്ചൊതുക്കാനുമാ. അതിനെന്തെങ്കിലും എനിക്ക് കഴിയാതെ പോയാ അന്ന് ഈ ഉണ്ണി ചത്തെന്ന് കൂട്ടിക്കോ. നീ കുറച്ചു ദിവസം കായംകുളത്ത് പോയി ഭവാനി ചേച്ചിയുടെ വീട്ടിൽ താമസിക്കും. വേണ്ട തട ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ഒരല്പം വൈകിപ്പോയി. കായംകുളം വരെ പോണ്ട. തൽക്കാലം നമുക്ക് ശേഷം വരുന്നു പോവാം. ഇൻസ്പെക്ടർ, മറ്റാരേക്കാളും നന്നായി നിങ്ങൾക്കറിയാവുന്ന വിഷയമായതുകൊണ്ട് മുഖവരിയൊന്നും വേണ്ടല്ലോ. പേങ്ങന്റെ മാൾ അമ്മൂനെ കൊന്ന കുറ്റത്തിന് മിസ്റ്റർ ദിനേശിനെ അറസ്റ്റ് ചെയ്യുക. എന്ത് തെളിവിച്ച്? അതൊക്കെ ഹാജരാക്കേണ്ടത് ഞാൻ ഹാജരായിക്കോളാം. മിണ്ടാതിരിടാ. ഈ തറവാട്ടിൽ വന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അധികാരകർവ് കാണിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വളരെ നേരത്തെ വേണ്ടതായിരുന്നു. ഏറെ വൈകി. ഇതിന്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് എനിക്കറിയില്ല. തടയാൻ നിന്നാ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് താൻ ഒറ്റയ്ക്കാവില്ല. ഈ കുടുംബത്തിലുള്ള മറ്റെല്ലാവരും ചേർന്നിട്ടാവും. സർ, പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ വരേണ്ട ആവശ്യം താൻ ഉണ്ടാക്കൽ. പെട്ടെന്നാലും വരാൻ ചെയ്യും. ഇരിക്കൂ. താനിത് എന്ത് ഭാവിച്ച? സർ, ഇദ്ദേഹത്തിന്റെ മകനെ എന്തടിസ്ഥാനത്തിലാ താൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടത്? അമ്മു എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയാണ് സർ. കൊലപ്പെടുത്തി ആരാന്ന് താൻ തീരുമാനിച്ചാൽ മതിയോ? താൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്നു മുതൽ തന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് എസ് ഐമാര് മുമ്പിരുന്ന കസേരയായത്. അവരാരും കാണിക്കാൻ നകളിപ്പ താൻ കാണിക്കുന്നത്. സർ, മതിയായ തെളിവുകളുടെ പിൻബലത്തോടെയാണ് ഞാൻ ഈ അറസ്റ്റ് നടത്തിയത്. ആ തെളിവുകൾ SP അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തിയാട്ടെ. അമ്മു കൊലക്കേസിന്റെ ഫയൽ എടുക്ക്. യെസ് സർ. ഇതിനകത്തിന്റെ രേഖകൾ എവിടെ? അറിയില്ല സർ. ഹെഡ് കോൺസ്റ്റബിൾ എവിടെ? കുറച്ചു മുമ്പ് ഒരു പയ്യൻ വന്ന അപ്പച്ച സാറിന്റെ 1 മാസത്തെ ലീവ് അപേക്ഷയും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും തന്നേച്ചു പോയി. കീഴുദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് തന്റെ പ്രവൃത്തി ന്യായീകരിക്കാൻ നോക്കരുത്. എടോ, ഈ നാട്ടില് നിലയും വിലയും ബഹുജന സമ്മതിയുള്ളവരാ മാധവ പണിക്കരും മക്കളും. തന്റെ വ്യക്തിവിരോധം തീർക്കാൻ താൻ ഈ കുപ്പായം ദുരുപപ്പെടുത്തി. തനിക്കെതിരെ എനിക്ക് നടപടിയെടുക്കേണ്ടി വരും. വാട്ട് ബ്ലഡി എക്സ്പ്ലനേഷൻ യു ഹാവ് ഗോട്ട് ഫോർ ദിസ് സ്റ്റുപ്പിഡ് ആക്ഷൻ? പറയടോ, തനിക്ക് എന്ത് വിശദീകരണമുണ്ട്? സർ, ഈ ചോദ്യത്തിന് ഒന്നുകിൽ മറുപടി പറയാതെ ഞാൻ തല കുനിച്ചിരിക്കണം, അല്ലെങ്കിൽ പറയാനുള്ളത് വെട്ടി തുറന്ന് പറയണം. പക്ഷെ അത് ഈ യൂണിഫോമിൽ നിന്ന് പറയാൻ എനിക്കിതിൽ വിഷമമുണ്ട്.
ഇത് വലിച്ചെറിഞ്ഞിട്ടാണെങ്കിൽ ഐ വുഡ് ഗിവൺ ദ ബ്ലഡി എക്സ്പ്ലനേഷൻസ് യു ആസ്ഡ് ഫോർ. പക്ഷെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് സമയം തരണം. എനിക്കൊരാളോട് അനുവാദം ചോദിക്കാനുണ്ട്. ഹോം മിനിസ്റ്റർ കൊടുക്കൂ. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണ വാര്യരാന്ന് പറഞ്ഞാൽ മതി. യെസ്, ഇറ്റ്സ് മോസ്റ്റ് അർജന്റ്, പ്ലീസ്. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ സ്പീക്കിംഗ് സർ. ഒരു കൊലക്കേസിൽ മേമന മാധവ് പണിക്കരുടെ മകൻ ദിനേശിനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിന് അടിസ്ഥാനമായ തെളിവുകൾ എന്റെ സഹപ്രവർത്തകർ നശിപ്പിച്ചു. SP സാർ ഇവിടെ വന്ന് എന്റെ മുന്നിലിരുന്ന് വിശദീകരണം ആവശ്യപ്പെടുന്നു. ഈ യൂണിഫോമിൽ നിന്ന് മറുപടി നൽകാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ എന്ത് വേണം സർ? SP ക്ക് ഫോൺ കൊടുക്ക്. സർ, ഹോം മിനിസ്റ്റർക്ക് സംസാരിക്കണം. സാർ, ഇതിനേക്കാൾ കുഴഞ്ഞ 100 കേസുകൾ ഉണ്ടായിട്ടും ഒരു സ്റ്റേഷനിലും തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ഈ കേസിനോട് ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അയ്യോ സാർ, അങ്ങനെയൊന്നുമില്ല സാർ. എടോ, തന്റെ കൂർ ആരോടാണെന്നും എന്തിനോടാണെന്നും അറിയാൻ തന്റെ സർവീസ് റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി. പെൻഷൻ മേടിക്കാൻ ഇനി 2 കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. അതോ അതിനു മുമ്പ് വീട്ടിലിരിക്കണമെന്നുണ്ടോ? സാർ, സ്റ്റേഷനിൽ നിന്നും ഔദ്യോഗിക രേഖകൾ എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് SI അന്വേഷിക്കും. ആ റിപ്പോർട്ട് SP ആയ തനിക്ക് സമർപ്പിക്കും. റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂറിനകം കുറ്റക്കാരാരായിരുന്നാലും കസ്റ്റഡിയിലെടുത്ത് നടപടിയെടുക്കണം. അതല്ല അതങ്ങാണ് SP ഓഫീസിൽ നിന്ന് ചോർന്നു പോയാൽ ബാലങ്കാരം എന്നെ താൻ മര്യാദയ്ക്ക് തൊപ്പി വെച്ച് റിട്ടയർ ചെയ്യൂല. മൈൻഡ് ദാറ്റ്. സാർ. SI ക്ക് കൊടുക്ക്. സാർ. തൽക്കാലം വഴുതിന്ന് കരുതി നീ ഡെസ്പാണ്ടളിയ. ഫയൽ മുക്കിയത് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കും. അവനുള്ളത് ആദ്യം കൊടുക്കാം. പിന്നെ മാധവ പണിക്കരെയും മക്കളെയും നീ ഒതുക്കുന്ന കണ്ടട്ടെ ചാണ്ടിക്കുഞ്ഞി കസേരന്ന് വിടുവളയാ. നീ ധൈര്യമായിട്ടിരിക്കും. സർ, തെളിവില്ലാതെ ഒരാളെ കസ്റ്റഡി സൂക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല. ഇദ്ദേഹത്തിന് മാനം തുറന്നു വിട്ടേക്ക്. സർ. ഇനി എന്തെങ്കിലും പ്രായശ്ചിത്തം ഞാൻ ചെയ്യണോ സർ? നോ, നത്തിങ്. എന്നാ മോനെയും കൂട്ടി മാധവ പണിക്കർ ചെല്ല്. തെളിവുകളൊക്കെ മുക്കി ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ മുക്കാൻ പറ്റാത്ത തെളിവുകളുമായിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. അന്ന് വിലങ്ങ് വീഴുക മക്കളുടെ മാത്രം കയ്യിലാവില്ല, തന്റെയും കൂടി ചേർത്തായിരിക്കും. ഓർത്തോ? ഒരു മാസത്തെ അവധി ക്ലീൻ. എടാവേ, അതിനകം ആ SI മാധവ പണിക്കര് തുരത്തി തരുമല്ലോ. അപ്പച്ചനായിട്ടും ധൈര്യമായിട്ടിരിക്കേ. അതിനിപ്പോ എനിക്കെന്താ ധൈര്യത്തിന് കുറവ്? വിജയത്തിന്റെ ദിവസമല്ലേ, ആഘോഷം നടക്കട്ടെ. അതിനിടയ്ക്ക് അപ്പച്ച ഒരു സ്വകാര്യം. 1 മിനിറ്റ് ഇപ്പൊ ഇട്ടേക്കെ. യൂണിഫോമിലല്ലാത്തോണ്ടാ, വേറൊന്നും തോന്നരുത്. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതാ. പിന്നെ താൻ ചെയ്ത ധീരകൃത്യത്തിനുള്ള പ്രതിഫലം അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിന്നാലെ വന്നോളും. ഒരു ഫയൽ മുക്കിയതുകൊണ്ട് ഈ ഉണ്ണിയെ കുഴിച്ചു മൂടാൻ നീയൊന്നും ആയിട്ടില്ലടാ. കാക്കിക്കുപ്പായിട്ടുണ്ട് ഇത്രയും കാലം തിന്ന ചോറുണ്ടല്ലോ, അതിന്റെ കൂറെങ്കിലും ഈ തൊഴിലിനോട് ഉണ്ടായിരുന്നെങ്കിൽ. ഛേ, നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. ഓ, നിങ്ങൾ രണ്ടാളും പണിക്കർ സാറേ, എന്നെ രക്ഷിക്കണം. എന്താ കാര്യം? എന്നെയും കുട്ടപ്പനെയും സസ്പെൻഡ് ചെയ്തു. എന്തിന്? പേങ്ങന്റെ മോളുടെ മരണം സംബന്ധിച്ച രേഖകൾ നഷ്ടപ്പെടുത്തിയതിന്. സാറിനെ ഒറ്റയാളിനെ വിശ്വസിച്ച ഞാൻ അന്ന് ആ റെക്കോർഡുകൾ മുക്കിയത്. കഞ്ഞൂടി മുട്ടിക്കാതെ എന്നെ സാർ രക്ഷിക്കണം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. 3 പെമ്പിള്ളേരാ സാറേ എനിക്ക്. അപ്പച്ചൻ ധൈര്യമായിരിക്കെ, ഉടനെ വേണ്ടത് ചെയ്യാം. സാറേ, എടോ, കൂടെ നിൽക്കുന്നവരെ മാധവ പണിക്ക് വിടാറില്ല. അതറിയാം സാർ. എന്നാലും അച്ഛാ, ഇനി ഈ ഇൻസ്പെക്ടറെ വെച്ച് പൊറിപ്പിച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ വെറും പട്ടികളായി പോകും. അച്ഛനൊരു വാക്കുറ. അവന്റെ ശവം നാളെ ഈ കായലിൽ പൊന്തും. കടുപ്പത്തിലൊരു ക്രിയ മാത്രമേ ഇനി ഇക്കാര്യത്തിനൊരു പരിഹാരമാവുന്ന എനിക്കും തോന്നുന്നത്. അല്ല, പണിക്കർ സാറിനോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമായിട്ടല്ലല്ലോ. ഞാൻ വരാൻ വൈകിയോ? ഇല്ല, സമയത്ത് തന്നെ എത്തി. ഓ, എന്നാ പെടാപ്പാട് പെട്ടിട്ടെന്നറിയോ ഞാൻ വന്നത്. ഇന്നലെ രാത്രി കൊല്ലത്ത് വെടിവെപ്പ്, 10 ആശുപത്രി. പാതിരാക്കി എന്നെ വിളിയോട് വിളി. മന്ത്രിയോട് ചോദിച്ചിട്ടല്ലല്ലോ വെടിവെച്ചത്. പിന്നെ വെടിവെച്ച് കഴിഞ്ഞ് മന്ത്രി എന്തോ കൊടുത്താനാ? ഇപ്പൊ വെടിവെച്ചവർക്കും കൊണ്ടവർക്കും ഒറ്റ ഡിമാൻഡ്: ആഭ്യന്തരമന്ത്രി രാജിവെക്കണം. കർത്താവേ, ചാണ്ടിക്കുഞ്ഞ് വലഞ്ഞില്ലേ? ഒറ്റയ്ക്ക് ഇങ്ങോട്ട് മുങ്ങിയതാ, ആരും അറിയാതെ. അകമ്പടിയും പാർട്ടിയും ഒന്നുമില്ല, ഞാനും ഹരിദാസും മാത്രം.
അല്ലെങ്കിലും ഈ കല്യാണ പന്തലിൽ കാക്കിക്കാരുടെ ബന്ധവസ് ഒരു മെനക്കേടാ. തട്ടിവിട് കൊടുക്കട്ടെ. ഇനി ഒട്ടും വൈകിക്കണ്ട, കേറ്. സാറ് തന്നെ ആ മാലയെടുത്ത് ആയി. കർമ്മം അങ്ങ് നിർവഹിച്ചാൽ. മാലയിട്ടോളൂ. കേവ് വെള്ളത്തിനുള്ളിൽ ആദ്യ രാത്രി കുട്ടനാട്ടിലല്ലാതെ വേറെ എവിടെ സാധിക്കോളിയാ? ബോബി, നമുക്ക് പോവാം. സ്വർഗത്തിലെ കട്ടുറുമ്പുകളായിട്ട് നമുക്കിവിടെ നിൽക്കണ്ട. അത് ശരിയാ, അവിടെ എല്ലാരും തുടങ്ങി കാണും വീശേ. അപ്പൊ ഞങ്ങൾ പോട്ടെ. നല്ല ഒന്നാം തരം തെങ്ങിൻ ചാരായ ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. വേഗം ചെന്തിലി അവന്മാർ തീർത്തുകളെ. തുടങ്ങി വിട്ടോ. പോട്ടേടിയാ. അവന്റെ അവസാനത്തെ രാത്രിയായിരിക്കണം. ഇത്ര നല്ല ഒരു അവസരം ഇനി പ്രതീക്ഷിച്ചുകൂടാ. ഒന്നത്തെങ്ങിലെ അന്തിക്കള്ളിന് വീര്യം കൂടുമ്പം ചിമ്മിനി വെട്ടം നോക്കി നമ്മൾ ചുമ്മാതിരിക്കുമ്പം ഒന്നത്തെങ്ങിലെ അന്തിക്കള്ളിന് വീര്യം കൂടുമ്പം ചിമ്മിനി വെട്ടം നോക്കി നമ്മൾ ചുമ്മാതിരിക്കുമ്പം കട്ടക്കള്ളത്തില്ലേ ചെറ്റപ്പുരയില്ലേ ഞാറ്റുവേല കട്ടക്കളത്തിലെ ചെറ്റപ്പുരയിലെ ഞാറ്റുവേല കണ്ടവരുണ്ടോ കേട്ടവരുണ്ടോ കണ്ടവരുണ്ടോ കേട്ടവരുണ്ടോ തിത്തൈതോ 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 തിത്തൈതോ. ഒന്ന് നിർത്തേ, നിർത്തേ. എന്താ എന്താ എന്താ? ഉണ്ണിയെ കൊല്ലാൻ ആളെ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ചെന്ന് രക്ഷിക്കണം.
ഇയാളെ കൊല്ലാൻ നമുക്ക് അധികാരമില്ല. നിയമവും കോടതിയുമാണ് ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത്. പക്ഷേ അതിലും വലിയ ശിക്ഷ ഈശ്വരൻ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞു. ദിനേശനെ ഗോപി കൊന്നു. പക്ഷേ നമ്മുടെ ഗോപി